പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവൻ എന്നെ നടത്തുന്നു. He make me to lie down in the green pastures. He leads me beside still waters. നിശ്ചലമായ ജലത്തിൻ്റെ അരികിലേക്ക് എൻ്റെ ഇടയൻ എന്നെ നടത്തുന്നു. ഒരു സദസ്സിൽ വളരെ മനോഹരമായി ഗാനങ്ങൾ ആലപിക്കുന്ന ഒരു ഗായകൻ 23-ാം സങ്കീർത്തനം ഭംഗിയായി പാടി. അവിടെ ഇരുന്ന് ജനമെല്ലാം ഉറക്ക കൈയടിച്ചു. അവരുടെ സന്തോഷം എന്തെന്നില്ലാതെ ഉച്ചത്തിൽ പൊങ്ങി. ഗായകനെ അവരെല്ലാം അഭിനന്ദിച്ചു. തൊട്ടുപുറകെ വൃദ്ധനായ ഒരു സന്യാസ പുരോഹിതൻ ഇടറിയ ശബ്ദത്തിൽ 23-ാം സങ്കീർത്തനം ചൊല്ലി. ഇരുന്ന ജനമെല്ലാം നിശബ്ദമായി അത് കേട്ടുകൊണ്ടിരുന്നു. ഗായകൻ എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, എനിക്ക് 23-ാം സങ്കീർത്തനം അറിയാം. ഈ വൃദ്ധ പുരോഹിതന് ആ സങ്കീർത്തനം അവതരിപ്പിക്കുന്ന ഇടയനെയും അറിയാം. ഇടയനെ കുറിച്ച് ഇത്രമേൽ ബോധ്യമുള്ള ഇസ്രായേലിന്റെ മധുരഗായകനായ ദാവീദിൻ്റെതാണ് സങ്കീർത്തനമെന്ന് നമുക്ക് ഏവർക്കും അറിയാം. ചരിത്ര പശ്ചാത്തലവും ഭൂമി പശ്ചാത്തലവും ഒക്കെ നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതമാണ്. ഇസ്രായേൽ എന്ന ദേശത്തിൻ്റെ ഭൂമി സംബന്ധമായിട്ടുള്ള കിടപ്പും നടപ്പും കാലാവസ്ഥയും ഒക്കെ ചിന്തിച്ചാൽ ഇങ്ങനെ ആക്ഷരികമായി ഇതിനെ മനസ്സിലാക്കുക പ്രയാസമുള്ളൊരു കാര്യമാണ്. അവിടെയാണ് ഈ വാക്യത്തിന്റെ പിന്നിൽ ആന്തരികമായൊരു പൊരുള ഒളിഞ്ഞുകിടപ്പുണ്ട് എന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നത്. നിശ്ചലമായ ജലത്തിനരികിലേക്ക് ആടുകളെ നയിക്കുന്ന ഇടയന് ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശമാണ് അനുരഞ്ജനം അവനവനോട് തന്നെ എന്ന വിഷയത്തിന് ആധാരമായിട്ട് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. എന്തിനാണ് അനക്കമില്ലാത്ത, ചലനമില്ലാത്ത, ഒഴുക്കുകളില്ലാത്ത, ഓളങ്ങളുടെ പരപ്പുകളില്ലാത്ത വെള്ളത്തിനരികത്തിലേക്ക്, നിശ്ചലമായ ജലത്തിനരികിലേക്ക് ആടുകളെ ഇടയൻ നയിക്കുന്നത്? ആ ജലത്തിൽ അവൻ തന്നെ തന്നെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ആ നിശ്ചലമായ ജലത്തിനരികെ ഒരുവൻ തൻ്റെ ജീവിതത്തെ കൃത്യമാവണ്ണം കണ്ടെത്തുന്ന ഇടമാണ്. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തെ ഇടയനോട് ചേർന്ന് കണ്ടെത്തുകയും തിരുത്തുവാനുള്ള പരിശ്രമം നടത്തുകയും ചെയ്യുന്നു എന്നാണ് ദാവീദ് ഭംഗിയാവണ്ണം ഈ സങ്കീർത്തനത്തിലൂടെ പറയുന്നത്. ജീവിതത്തിൽ ഒരു വശത്ത് സ്വന്തം രക്തത്തിൽ പിറന്നവനും ശത്രു സൈന്യമായ ഒരു വലിയ പടയും അപ്പുറം നിൽക്കുമ്പം ഏകനായി ദൈവത്തെ മാത്രം അഭിമുഖീകരിച്ചിരിക്കുന്ന ദാവീദ് പറയുകയാണ്, യഹോവ എന്ന ഇടയൻ എന്നെ നടത്തുന്നു. അവൻ എന്നെ സ്വസ്ഥതയുള്ള പുൽത്തകിടികളിൽ കിടത്തുന്നു. അനക്കമില്ലാത്ത വെള്ളത്തിനരികിലേക്ക് അവൻ എന്നെ നടത്തുന്നു. എന്തിനു വേണ്ടിയിട്ടാ? എൻ്റെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കേണ്ടതിന്. അത് മനുഷ്യരോടുള്ള ബന്ധത്തിലല്ല പറയുന്നത്, മറിച്ച് അവനവൻ തന്നെ കണ്ടെത്തേണ്ടുന്ന വലിയൊരു ധ്യാന വിഷയമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ബുദ്ധിപരമായി മാത്രം വേദപുസ്തകം വായിക്കുന്നവർക്ക് ഈ ഒരു ചിന്ത ചിലപ്പോൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടായി വരും. നമുക്കറിയാം, നാസിസത്തെക്കുറിച്ച് പഠിക്കുമ്പം അതിൻ്റെ ഒരു ഹിസ്റ്ററി പറയുന്നത് ഇങ്ങനെയാണ്. ഒരു എഴുത്തുകാരൻ ഒരു മിത്തിക്കലായിട്ടൊരു കഥാപാത്രത്തെ രൂപപ്പെടുത്തിയതാ. നാർസിസ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ എല്ലാ ദിവസവും ഒരു നിശ്ചലമായ വെള്ളത്തിൻ്റെ അരികെ പോയി അവിടെ ഇരിക്കും. അവൻ എന്നും തൻ്റെ പ്രതിബിംബം തന്നെയാണ് ആ വെള്ളത്തിൽ കാണുന്നത്. ഏകനായ ചെറുപ്പക്കാരൻ എന്നും ഈ സുന്ദരമായ മുഖം കണ്ട് അതിനോട് ഒരു ആത്മാരാധന തോന്നി ഒടുവിൽ ആ വെള്ളത്തിൽ വീണു മരിച്ചു എന്നാണ് കഥ. എന്നാൽ ഇവിടെ ആത്മാരാധനയ്ക്ക് വേണ്ടിയിട്ടല്ല സ്വസ്ഥമായ വെള്ളത്തിനരികിലേക്ക് യഹോവ എന്ന ഇടയൻ നടത്തുന്നത്, മറിച്ച് എൻ്റെ ജീവിതത്തെ ഇടയനോട് ചേർന്ന് നിന്ന് പരിശോധിക്കേണ്ടതിനാ. അതുകൊണ്ട് ഇന്ന് ഈ രാത്രിയിൽ അവനവനോട് തന്നെയുള്ള അനുരഞ്ജനത്തിന് 3 കാര്യങ്ങളെ പ്രത്യേകമായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് 1 മണിക്കൂറിൽ തന്നെ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. ഇന്ന് ഈ പ്രസംഗം കേട്ടിട്ട് രാത്രിയിൽ നിങ്ങൾ ചെന്നിട്ട് ഇത് കൃത്യമാവണ്ണം ഓർത്തെടുക്കണം. അതുകൊണ്ട് വളരെ ഷോർട്ടാക്കിയിട്ടാണ് ഞാൻ ആ പോയിന്റുകളെ ക്രമീകരിച്ചിരിക്കുന്നത്. 1, ഞാൻ മരിക്കണം. 2, ഞാൻ മറക്കണം. 3, ഞാൻ മറയ്ക്കണം. എൻ്റെ ഇടയനോട് ചേർന്ന് ഈ വെള്ളത്തിനരികെ നിൽക്കുമ്പം എൻ്റെ ആത്മാവിനെ നഗ്നമാക്കി ദൈവമുമ്പാകെ ഞാൻ എൻ്റെ ജീവിതത്തെ പരിശോധിച്ചിട്ട് ചെയ്യേണ്ടുന്ന 3 കാര്യങ്ങളെയാ പറയാൻ ഉദ്ദേശിക്കുന്നത്.
അതിലാദ്യത്തെ ഭാഗം നാം ചിന്തിക്കുന്നത്, ഞാൻ മരിക്കണം. ഇയാൾക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. നല്ലൊരു പ്രസംഗവേദി വന്നിട്ട് ആദ്യം പറയുകയാണ്, ചാകുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ന് നമുക്കൊക്കെ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ സഭയുണ്ട്, മതങ്ങളുണ്ട്, നേതൃത്വമുണ്ട്, ഭരണാധികാരികളുണ്ട്, എല്ലാ വ്യവസ്ഥകളും കൃത്യമായിട്ടുണ്ട്. പക്ഷെ ഇതിലൊന്നും മനുഷ്യൻ ആത്മാർത്ഥത എന്ന സംഗതി ഇടുവാൻ മറന്നുപോകുന്നു എന്നുള്ളത് വളരെ സ്പഷ്ടമായൊരു സത്യമാണ്. ഇവിടെയാണ് ഒരു പുനർനിർവചനം നമുക്ക് ആവശ്യമാകുന്നത്. പരിശുദ്ധമായ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പം നമുക്കെന്തെന്നില്ല, നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ വളരുന്ന ഒരു വലിയ പാപമുണ്ട്. എന്താ? നോമ്പെടുക്കുന്ന ഓർത്തഡോക്സുകാരെ കണ്ടാൽ അറിയാം. കാരണം അവർ കഴിക്കാത്തതിൻ്റെ ക്ഷീണം മുഴുവൻ ആ മുഖത്ത് വരുത്തി വെക്കും. അവിടെ തന്നെ നോമ്പ് അവസാനിച്ചു. നോമ്പിൽ നിങ്ങൾ ഇച്ചിരി ഇറച്ചിയും മീനും കൂട്ടിയാലും വലിയ വിഷയമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ അതിനേക്കാൾ അപ്പുറമായി ഉപേക്ഷയോടൊപ്പം ഏറ്റെടുക്കേണ്ടുന്ന സുഹൃതങ്ങളെ ഏറ്റെടുത്തില്ല എങ്കിൽ നമ്മുടെ നോമ്പിന്റെ ആരംഭം തന്നെ വ്യർത്ഥതയിൽ കഴിച്ചുകൂട്ടിയെന്ന് പറയേണ്ടതായിട്ട് വരും. അവിടെയാണ് ഒന്നാമത്തെ ചിന്ത വളരെ പ്രസക്തമാകുന്നത്. നീ മരിക്കണം. എന്താണ് അതിൻ്റെ അർത്ഥം? നിശ്ചലമായ ജലത്തിനരികെ ഞാൻ എന്നെ നോക്കി. എൻ്റെ ജീവിതത്തിൽ ആദ്യം കൊല്ലേണ്ടുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ അഹംബോധം, ഞാൻ എന്ന ഭാവം. ഇത് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഒരാളെ വേദപുസ്തകം നമുക്ക് ഭംഗിയായി പരിചയപ്പെടുത്തുന്നുണ്ട്. മറ്റാരുമല്ല, ശിഷ്യന്മാരിൽ പ്രമുഖനായ ശീമോൻ പത്രോസ് തന്നെയാണ്. ശീമോൻ പത്രോസിന്റെ ജീവിതം ആദ്യമേ തൊട്ട് നമ്മൾ പരിശോധിച്ചാൽ അറിയാം. ക്രിസ്തു വിളിച്ച നാൾ മുതൽ വലിയ ആർജവത്വത്തോടുകൂടി ചാടിപ്പുറപ്പെട്ടവനായിരുന്നു ആര്? പത്രോസ്. പ്രായത്തിന്റെ മൂപ്പിനേക്കാൾ ഉപരിയായി ക്രിസ്തു തന്നെ ശിഷ്യനായി ഗണിച്ചതിലുള്ള സന്തോഷം ഒരിടത്തും മറച്ചു വെക്കാതെ എല്ലാത്തിനും എരിവ് പൂണ്ട് നടന്നവനായിരുന്നു ശീമോൻ. എന്നാൽ ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് ചോദിച്ചു, ഈ ജനം എന്നെ ആരെന്ന് പറയുന്നു? ശിഷ്യന്മാരൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, ചിലർ ഏലിയാവെന്നും ചിലർ പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു. യേശു തമ്പുരാൻ ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ആരും പെട്ടെന്ന് ഉത്തരം പറഞ്ഞില്ല. ശീമോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹ ആകുന്നു. യേശുക്രിസ്തുവിന്റെ മറുപടി ഇങ്ങനെയാണ്, ശീമോനെ, ജഡരക്തങ്ങളല്ല ഇത് നിനക്ക് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ്. പത്രോസ് പിന്നെ നിലത്തും താഴെയൊന്നുമല്ലായിരുന്നു. ഞാൻ ആരാണ്? സ്വർഗീയ വെളിപാട് ലഭിച്ച ശിഷ്യനാണ്. പത്രോസ് പിന്നെ നടന്നതൊക്കെയും 12 പേരുടെ മുൻപനായിട്ടാണ്. അവൻ പറഞ്ഞു, 11 പേരോട് പറഞ്ഞു, സീനിയോറിറ്റി ഇരിക്കാം, ഞാൻ വെറുതെക്കാരനല്ല, ഞാൻ ആരാണ്? സ്വർഗീയ വെളിപാടുകൾ ലഭിച്ച മനുഷ്യനാണ്. ഈ ഒരു അഹംബോധത്തിൽ ശീമോൻ വളരാൻ ആരംഭിക്കുന്നിടത്ത്, പത്രോസിന്റെ ജീവിതം ആരംഭിക്കുന്നിടത്ത് ക്രിസ്തു ഇത് ഭംഗിയാവണ്ണം തിരിച്ചറിയുന്നുണ്ട്. ഈ അഹംബോധത്തിൽ പത്രോസിന്റെ ജീവിതം അധിക നാൾ ഓടത്തില്ല എന്ന് ക്രിസ്തുവാകുന്ന മഹാഗുരുവിനറിയാം. അതുകൊണ്ട് തന്നെ പിന്നീടൊരു വേളയിൽ തനിക്ക് നേരിടുവാൻ പോകുന്ന വ്യഥകളെക്കുറിച്ചും കഷ്ടപ്പാടുകളെക്കുറിച്ചും ക്രിസ്തു പത്രോസിനോടും സഹശിഷ്യന്മാരോടും വ്യാഖ്യാനിക്കുമ്പോൾ ശിഷ്യന്മാരെല്ലാം വേദന പൂണ്ട് നിൽക്കുന്നിടത്ത് പത്രോസ് മുൻപോട്ട് വന്നു, ഞാൻ വെറുതെക്കാരനല്ല, ഞാൻ സ്വർഗീയ വെളിപാട് ലഭിച്ച ശിഷ്യനാ, ഗുരുവിനെ തിരുത്താൻ എനിക്ക് അധികാരമുണ്ട്. അവൻ മാറ്റി നിർത്തി കർത്താവിനോട് പറഞ്ഞു, നിനക്ക് ഇത് ഭവിക്കരുത്. അടുത്ത വാചകം ഇങ്ങനെയാണ്, സാത്താനെ എൻ്റെ പിന്നിലേക്ക് പോകും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നുള്ള മട്ടില്ല നിങ്ങൾ എൻ്റെ മുഖത്തേക്ക് നോക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഇതൊക്കെ ഞങ്ങൾ പാമ്പാടിക്കാർ എത്ര തവണ കേട്ടതാണ്. ഇനി കേൾക്കാത്തതും കൂടെ പറയാം. പത്രോസിന്റെ ജീവിതത്തിലെ അടിത്തറ ഇളകുന്നത് എവിടെയാണ്? അവന്റെ അഹംബോധത്തിലൂന്നി ക്രിസ്തുവിനോട് ചേരുവാൻ അവൻ ആഗ്രഹിച്ചെടുത്ത് തൻ്റെ ശിഷ്യത്വം പൂർത്തീകരിക്കുവാൻ അവന് സാധ്യമാകത്തില്ല എന്ന് മനസ്സിലാക്കുവാൻ പത്രോസിന് കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും മൂലകാരണം ഈ വിഷയം തന്നെയാണ്. ഞാൻ എന്നതിൽ അതിയായി അഭിരമിക്കുന്നതിൻ്റെ പ്രശ്നമാണ്. നമ്മൾ പലപ്പോഴും അങ്ങനെ ആയിത്തീരുന്നതിനും കാരണമുണ്ട്. കൊല്ലം ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലിത്തയായിരുന്ന എപ്പിഫാനോസ് തിരുമേനി ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ അരമനയിൽ ഇങ്ങനെ
ഒരു കസേരയിൽ കാല് കയറ്റി വെച്ച് കാല് തിരുമ്മിക്കൊണ്ടിരുന്നപ്പം ഒരു വെല്ലിച്ചൻ കയറി വന്നു. പിന്നെ തിരുമേനിയോട് ചോദിച്ചു, തിരുമേനി എന്നോ പറ്റി? അപ്പം തിരുമേനി പറഞ്ഞു, എൻ്റെ പൊന്നച്ച, ഈ കഴിഞ്ഞ ആഴ്ച കുറച്ച് മീറ്റിങ്ങുകളിൽ സംബന്ധിക്കേണ്ടി വന്നു. എല്ലാ അവന്മാരും കൂടെ സ്വാഗതത്തിൽ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച് എൻ്റെ കാലിപ്പം നമ്മുടെ തിരുമേനിമാരെ പറ്റിയും വൈദികരെ പറ്റിയും ഒരുപാട് ആരോപണങ്ങൾ നിങ്ങൾക്ക് ഉന്നയിക്കാനുണ്ട്. ഞാൻ പറയും, ഈ തൃപ്പാദങ്ങൾ ഇത്രമേൽ മുത്തിയത് കൊണ്ടാണ് ഇവരും ഇങ്ങനെ, ഞാൻ ഉൾപ്പെടുന്ന സമൂഹവും ഇങ്ങനെ മാറ്റപ്പെട്ടു പോയത്. അതുകൊണ്ട് തൃപ്പാദങ്ങളുടെ മുത്ത് നിർത്താം. എല്ലാവരും ദൈവസന്നിധി വന്നിട്ട് പറയണം, ഞാൻ എൻ്റെ ആത്മാവിനെ നഗ്നമാക്കും. ആദ്യം മരിക്കേണ്ടത് എൻ്റെ അഹംബോധമാണെന്ന ബോധം. ഇല്ല എങ്കിൽ എൻ്റെ ക്രിസ്തീയ ജീവിതം കൊണ്ട് ക്രിസ്തുവിന്റെ പിന്നാലെയുള്ള എൻ്റെ പോക്കിന് പൂർണ്ണത സിദ്ധിക്കുവാൻ എനിക്ക് സാധ്യമാകത്തില്ല. അവിടെ ഒരു മാറ്റം സിദ്ധിച്ചെടുക്കുവാൻ നമുക്ക് സാധ്യമാകണം. പത്രോസിന്റെ ജീവിതത്തിലെ പരാജയം എവിടെയായിരുന്നു? സ്വർഗീയ വെളിപാടുകളുടെ അഹന്തയിൽ അവൻ ജീവിതം മുന്നോട്ട് നടിച്ചപ്പം ക്രിസ്തു പറഞ്ഞ പൊരുളുകളെ ഏറ്റെടുക്കുവാൻ വേണ്ടി സാധ്യമായില്ല. അതുകൊണ്ട് ശിഷ്യന്മാരെല്ലാവരും ഓടിയെന്ന് വേദപുസ്തകം കൃത്യമായി പറയുന്നുണ്ട്. പിന്നീട് ഒരിക്കൽ ഉദ്ധാനശേഷം ഈ ശിഷ്യനെ ക്രിസ്തു വീണ്ടെടുക്കുന്ന രംഗം അതിനേക്കാൾ ഭംഗിയുള്ളതായിട്ട് യോഹന്നാൻ സുവിശേഷത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. വേദപുസ്തകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭാഗമാ. എത്ര സ്നേഹവാനായ ഒരു ദൈവമാ! ദൈവം നമ്മുടെ മിടുക്കുകളോ നമ്മുടെ സാമർഥ്യങ്ങളോ കണ്ടിട്ട് നമ്മളെ തിരഞ്ഞെടുക്കുന്നവനല്ല. നമ്മുടെ എല്ലാ കുറവുകളെയും കണ്ട് നമ്മളെ തിരഞ്ഞെടുത്തിട്ട് നമ്മളെ പൂർണ്ണതപ്പെടുത്തുന്നവനാണ് ആര്? ദൈവം. നമ്മുടെ ധാരണ എൻ്റെ പൊക്കമോ എൻ്റെ വണ്ണമോ എൻ്റെ സൗന്ദര്യമോ കൊണ്ട് ഞാനിത് നേടിയെടുക്കുമെന്ന് ആഗ്രഹിച്ചാൽ ഒരു നല്ല പനി വന്നാൽ മതി നമ്മളെല്ലാവരും കിടന്നു പോകാൻ. ബലഹീനനായി ദൈവസന്നിധി വന്ന ദൈവം നമ്മെ ബലപ്പെടുത്തുമെന്ന ബോധ്യത്തിലേക്ക് നമ്മൾ വളരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് പത്രോസ് കർത്താവിൻ്റെ മരണത്തിനപ്പുറം ഇനി പ്രതീക്ഷകൾ ഏതുമില്ല എന്ന് ശിഷ്യത്വത്തിന്റെ വീഴ്ചയിൽ നിന്ന് ചിന്തിച്ചെടുത്ത് സഹശിഷ്യന്മാരെയും വിളിച്ചുകൊണ്ട് പഴയ ജീവിതത്തിലേക്ക് നടന്നുപോയി. അവിടെ വായിക്കുന്ന എങ്ങനെയാണ്? രാവെളുക്കുവോളം അവർ അധ്വാനിച്ചു, രാവെളുക്കുവോളം അവർ വലകൾ വീശി, കടലറിയാവുന്ന, തിരയറിയാവുന്ന, കാറ്റിന്റെ ഗതി അറിയാവുന്ന, മത്സ്യത്തിന്റെ വരവറിയാവുന്ന ഇത്രയും പ്രഗത്ഭരായ മുക്കുവന്മാർ രാവെളുക്കുവോളം അധ്വാനിച്ചിട്ടും നമ്മുടെ കോട്ടയം ഭാഷയെ പറഞ്ഞ ഒരു പൂഞ്ഞാനെ പോലും ഒരു പൂഞ്ഞാനെ പോലും രാത്രി വെളുക്കുവോളം അധ്വാനിച്ചിട്ടും കിട്ടിയില്ല. അവിടെ വേദപുസ്തകം രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തു കടലിനരികെ തീക്കനൽ കൂട്ടി ഇവരെ കാത്തുനിന്നു. എന്നിട്ട് ശിഷ്യന്മാരിത് കാണുമ്പം പത്രോസ് ഈ കർത്താവിനെ, ഗുരുവിനെ തിരിച്ചറിഞ്ഞിട്ട് താൻ നഗ്നനായതുകൊണ്ട് ഒരു വസ്ത്രമരയിൽ ചുറ്റി എടുത്തു ചാടി ഗുരുവിന്റെ അടുക്കിലേക്ക് വരും. ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഇടറുകയില്ല എന്ന അഹംബോധത്തിൽ വേരൂന്നി പറഞ്ഞ പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞത് ശത്രുക്കളുടെ തീ കാഞ്ഞുകൊണ്ടിരുന്ന ഒരു രംഗത്തിലാ. അവിടെ ഇരുന്ന ശത്രുക്കളൊക്കെയും ചോദിച്ചു, നീ ഈ നസ്രയന്റെ കൂടെയുള്ളവനല്ലേ? തീയുടെ ചൂടിനരികെ ഇരുന്ന പത്രോസ് ഒരു വിഘ്നവും ഒരു ലജ്ജയും കൂടാതെ പറഞ്ഞു, ഞാൻ ആ മനുഷ്യനെ അറിയുന്നില്ല, ഞാൻ ഇടറുകയില്ല, ഞാൻ നിന്നെ ഒരു നാളും തള്ളിപ്പറയുകയില്ല എന്ന് ദൈവസന്നിധി പറഞ്ഞ ഈ പത്രോസിനെ വീണ്ടെടുക്കാൻ ദൈവം തമ്പുരാൻ കടലിനരികെ ഒരു തീക്കനൽ കൂട്ടി. എന്തിനാണ് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്? നിങ്ങൾ ചിലപ്പോൾ പാമ്പാടിക്കാർ പറയും, ഈ അച്ഛനെ എപ്പോൾ വിളിച്ചാലും കഷ്ടതയെക്കുറിച്ച്, ഇയാൾ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടായിരിക്കാം ഇയാൾ കഷ്ടതയെക്കുറിച്ച് മാത്രം എനിക്കത് പറയാനേ അറിയത്തുള്ളൂ. കാരണം എന്താ? ക്രിസ്തു ജീവിതത്തിൽ ഇടപെടുന്നത് ഗോഡ് എൻഡേഴ്സ് ത്രൂ എ ബ്രീച്ച് എന്ന് പറയും. മുറിപ്പാടുകളിലൂടെ കടന്നു വരുന്ന ഒരു ക്രിസ്തുവിനെയാണ് ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെയുള്ള പിതാക്കന്മാർ പഠിപ്പിക്കുന്ന പ്രാർത്ഥനയും വളരെ ശ്രേഷ്ഠമാ. ഇവിടെ ഒരിക്കലും നിങ്ങളുടെ വേദനകളെ പൂർണ്ണമായി തികച്ചു മാറ്റണമെന്നല്ല പറയുന്നത്, മറിച്ച് ഇവിടുത്തെ പ്രാർത്ഥന വ്യത്യസ്തമാ. ഇവിടെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്: ഞങ്ങളുടെ കണ്ണിന് കണ്ണുനീരിനെയും കൺപോളകൾക്ക് നനവിനെയും തരണം. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് ഇഷ്ടമുണ്ട്? അവിടെയാണ് പത്രോസിന്റെ ജീവിതത്തിലേക്ക് ക്രിസ്തു വരുന്നത് വീണ്ടും ഒരു തീക്കനലുമായിട്ടാ. അവന്റെ ജീവിതത്തിനരികെ ഒരു തീക്കനൽ കൂട്ടിയിട്ട് ക്രിസ്തുവിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്:
പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? വേദപുസ്തകത്തിൽ സത്യം പറഞ്ഞാൽ കണ്ണുനീരണിയേണ്ടുന്ന ഒരു വേദഭാഗമാണത്. ഗുരു തൻ്റെ ശിഷ്യനെ നേടാൻ അവൻ്റെ പുറകെ വന്നിട്ട് ആ തീക്കനലിൻ്റെ അരികെ ക്രിസ്തുവും ചേർന്നിരുന്നിട്ട് ചോദിക്കുക, പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? നിങ്ങളുടെ ജീവിതത്തിൽ രോഗമാകട്ടെ, അവിശ്വസ്തതയായ ജീവിത പങ്കാളിയാകട്ടെ, ചൊവ്വില്ലാത്ത മക്കളാകട്ടെ, സാമ്പത്തികമായ പ്രാരാബ്ധങ്ങളാകട്ടെ, ഏതെങ്കിലും വിധത്തിലുള്ള പരിശോധനകൾ വരുമ്പം നിങ്ങൾ ഒരു കാര്യം ഓർത്താൽ മതി, അത് ദൈവം ജീവിതത്തിനരികെ കൂട്ടിയ ഒരു ചെറിയ തീക്കനല. എന്തിനു വേണ്ടിയിട്ടാ? അത് നമ്മെ ദഹിപ്പിക്കേണ്ടതിനല്ല, മറിച്ച് ക്രിസ്തുവിന്റെ ഒരു ചോദ്യത്തിന് ഇവിടെ ഉത്തരം പറഞ്ഞാൽ മതി. കർത്താവേ, ഞാൻ നിന്നെ, അത് ഒരു തവണ പറഞ്ഞാൽ പോരാ. അതുകൊണ്ടാണ് ചിലരൊക്കെ പരസ്യം അടിച്ച് കോട്ടയത്ത് പറയും, ഇങ്ങോട്ട് വാ, രോഗം മാറ്റിത്തരാം, ഇങ്ങോട്ട് വാ, ബോധം കെടുത്തി തരാം, ഇങ്ങോട്ട് വാ. നിങ്ങൾ ചോദിക്കുന്നതെല്ലാം ഒരു തവണ പറഞ്ഞാൽ പോരാ. എൻ്റെ ജീവിതത്തിൻ്റെ വ്യഥകളുടെ മധ്യത്തിൽ ഞാൻ നിൽക്കുമ്പം, എൻ്റെ ജീവിതത്തിൻ്റെ തീക്കനലിൻ്റെ അരികെ നിൽക്കുമ്പം എൻ്റെ കർത്താവിനോട് ഞാൻ പറയണം, എൻ്റെ സർവത്തെയും നശിപ്പിച്ചിട്ട്, എൻ്റെ സകല പ്രയത്നങ്ങളെ അവസാനിപ്പിച്ചിട്ട്, എൻ്റെ സർവ്വ അഹന്തതയും അവിടെ അവസാനിപ്പിച്ചിട്ട് ഞാൻ പറയണം, ഉപകർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അങ്ങനെ 3 ആവർത്തി പറഞ്ഞാൽ ആ പ്രതിസന്ധിയെ തരണം ചെയ്യുവാനുള്ള കൃപ ദൈവം നമുക്ക് തരും. മാറിക്കിട്ടുമെന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ആ പ്രതിസന്ധിയെ മറികടക്കുവാനുള്ള ഗുണവും ബലവും ദൈവം നമുക്ക് തരും. അതുകൊണ്ടാണ് ഇടറിയെന്ന് നാം പരിചയപ്പെട്ടുന്ന ഈ ശിഷ്യൻ, സ്വന്തം നാവ് കൊണ്ട് ഞാൻ ഇടറുകയില്ല എന്ന് പറഞ്ഞിട്ട് ഇടറിപ്പോയ ഈ ശിഷ്യൻ ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ടിട്ട് ആ ശിഷ്യനെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി മനോഹരമായൊരു സാക്ഷ്യം പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. അവിടെ അതൊരു പ്രത്യേക ദിവസമായിട്ട് സഭ കൊണ്ടാടുന്നുണ്ട്. ദേവാലയത്തിലേക്ക് പോയ പത്രോസും യോഹന്നാനും ദേവാലയ വാതിക്കലിരിക്കുന്ന ഒരു ഭിക്ഷക്കാരനെ കണ്ടു. അവൻ ചോദിച്ചത് ഭിക്ഷയാ. പത്രോസ് എന്ന് പറയുന്ന സ്വയത്തിൽ അഭിരമിച്ചിരുന്ന മനുഷ്യൻ അപ്പോസ്തല പ്രവർത്തികളുടെ താളുകളിൽ പറയുന്ന വാചകം ഇങ്ങനെയാണ്: പൊന്നോ വെള്ളിയോ ഈ പത്രോസിന്റെ കയ്യിൽ തരാൻ, എന്റേതായിട്ട് നിനക്ക് തരാൻ ഒന്നുമില്ല, പക്ഷെ അതിനേക്കാൾ ഭണ്ഡാരം തുറന്നു തരാൻ എൻ്റെ കയ്യിൽ വലിയൊരു ധനമുണ്ട്. എന്താ ധനം? എൻ്റെ കർത്താവ്. ആ കർത്താവിനെ ഞാൻ നിനക്ക് തരാം. ഞാനെന്ന് പറഞ്ഞതിൽ അഭിമാനിക്കുകയും ഞാനെന്ന അഹംബോധത്തിൽ അഭിരമിക്കുകയും ചെയ്ത പത്രോസ് പറഞ്ഞു, ഇനി എൻ്റേതായിട്ട് എനിക്ക്, ആ ദിവസത്തിന് പറയുന്നത് സ്വർണ്ണ വെള്ളിയാഴ്ച എന്നാ. പല പള്ളികളിലും കുർബാന പോലും വന്ന് ഇല്ല. കാരണം എന്നാ? ഇടദിവസം കുർബാന വെച്ചാൽ പള്ളിയിൽ ആൾ വരാൻ വലിയ പാടാ. പക്ഷെ നല്ലൊരു ദിവസമാണ് ഞാൻ വിചാരിച്ചിട്ട്, ക്രിസ്തുവിനെ കൊടുക്കുന്ന ദിവസമാണ് സ്വർണ്ണവെള്ളി. അതുകൊണ്ട് ഒന്നാമതായി ഞാൻ പറഞ്ഞു, സ്വച്ഛതയുള്ള വെള്ളത്തിനിരികെ ഞാൻ ചെന്ന് മറ്റാരുമല്ല ഇടയനോട് ചേർന്ന് ഞാൻ ചിന്തിച്ചു, ഈ നോമ്പിൽ മറ്റെല്ലാത്തിനെ ഉപേക്ഷിക്കുന്നതിനേക്കാൾ ഉപരിയായി പറയണം, ഞാനെന്ന അഹന്തയെ, ഞാൻ ഇടറുകയില്ല എന്ന എൻ്റെ അഹംബോധത്തെ പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകണം. ഇതിനൊരു കാര്യം ചെയ്താൽ മതി, പത്രോസ് ഒടുവിൽ ചെയ്ത കാര്യം ചെയ്താൽ മതി. യജമാനനെ വിശ്വസിച്ച് എടുത്തു ചാടണം. യജമാനനെ വിശ്വസിച്ചിട്ട് എടുത്തു ചാടാൻ നമുക്ക് ഇടയാകണം. അവൻ്റെ പേരാണ് വിശ്വാസി. അതുകൊണ്ട് പിന്നീടുള്ളവരുടെ ജീവിതത്തിൻ്റെ പരിശോധന വേളകളെയൊക്കെ കണ്ടിട്ട് അപ്പോസ്തല പ്രവർത്തികളിൽ ജനം അവരെക്കുറിച്ച് പറയുന്നുണ്ട്. ശിഷ്യരെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം ഇങ്ങനെയാണ്: അവരുടെ ധൈര്യം കാണുകയാലും പീഡ സഹിക്കുന്നതിനുള്ള സന്നദ്ധത കാണുകയാലും അവർ യേശുവിനോട് കൂടെയായിരുന്നവർ എന്ന് അറിഞ്ഞു. ശിഷ്യന്മാരെ കുറിച്ച് ജനം പറഞ്ഞ സാക്ഷ്യമാ. പീഡ സഹിക്കുന്നതിനുള്ള സന്നദ്ധത കാണുകയാൽ അവർ യേശുവിനോട് കൂടെയായിരുന്നവർ എന്നറിഞ്ഞു. നമ്മെക്കുറിച്ച് മറ്റുള്ള ജനം എന്താ പറയുന്നത്? നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ ക്രൈസ്തവ ജീവിതം കണ്ടിട്ട് മറ്റുള്ള ജനത എന്താ? നമ്മുടെ ഈ നോമ്പ് ഈ സമൂഹത്തിന് എന്താണ് പ്രദാനം ചെയ്യുന്നത്? നമ്മളെല്ലാം ചാരിറ്റികൾ കൊടുക്കുന്നവരാ, തലങ്ങും വിലങ്ങും ചാരിറ്റിയാ. പക്ഷെ ഈ ചാരിറ്റിയിലൊന്നും പ്യൂരിറ്റി ഇല്ലാത്തത് കൊണ്ട് ദൈവം ഇത് കാണുമോ എന്നുള്ള കാര്യത്തിൽ വളരെ സംശയം കിടക്കുക. പണ്ടൊക്കെ നല്ലൊരു കറി വെച്ചാൽ
അമ്മമാര് ഒരു ചെറിയ പാത്രം എടുക്കുക. അന്ന് ചെറിയ പാത്രം ഉണ്ടായിരുന്നു. അതിനകത്തോട്ട് ഒരു ഇച്ചിരി ഇറച്ചിക്കറി എടുത്തിട്ട് പറയും, തൊട്ടടുത്ത് ആരെങ്കിലും പ്രായമുള്ളവരുണ്ടെങ്കിൽ ഇത് കൊണ്ടുവന്ന് അപ്പുറം കൊടുക്കാൻ പറയും. കാരണം വല്ലപ്പോഴുമേ അന്ന് നല്ലൊരു കറി വെക്കത്തുള്ളൂ. ഇപ്പം പിന്നെ എന്നും നല്ല കറി ആയതുകൊണ്ട് അപ്പുറത്തോട്ട് കൊടുക്കാനുള്ള കോപ്പയും നമ്മുടെ വീട്ടിലില്ലാത്തതുകൊണ്ട് ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ഈ നോമ്പിൽ നിങ്ങൾ അഭ്യസിക്കേണ്ടുന്ന ഒന്നാമത്തെ പാഠം, അവനവനെ ഒരു കത്തിയെടുത്ത് കുത്തണം. എന്തിനാണ്? ഞാൻ എന്നതിൽ അതിയായി അഭിരമിക്കുകയും, ഞാൻ ആദ്യം പരിചയപ്പെടുത്തിയ ചെറുപ്പക്കാരനെ പോലെ ഞാൻ എന്നെ മാത്രം അമിതമായിട്ട് സ്നേഹിക്കുകയും ചെയ്യുന്നിടത്ത് വലിയ അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഇത് രചിച്ച ദാവീദിന്റെ ജീവിതത്തിൽ ഒരു സംഭവം ഇങ്ങനെ പറയുന്നുണ്ട്. അവൻ ഏകനായി ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ഒക്കെ നേരിട്ടതിനു ശേഷം ഒരു വശത്ത് സ്വന്തം രക്തത്തിൽ പിറന്ന മകൻ യുദ്ധം ചെയ്യുന്ന അനുഭവത്തിൽ തൻ്റെ സ്നേഹിതരുമായിട്ട് മുന്നോട്ട് പോകവേ ശൗൽ ഗോത്രത്തിൽ ഗേരയുടെ മകനായ ശിമെയി വന്നിട്ട് ദാവീദിനെ പ്രാകുന്നുണ്ട്. ദാവീദ് ആരാണ്? ദൈവത്തിന്റെ പ്രതിപുരുഷനാണ്, ദൈവത്തിന്റെ പ്രിയപുരുഷനാണ് ദാവീദ്. പക്ഷേ യാതൊരു സങ്കോചവുമില്ലാതെ ശിമെയി വന്നിട്ട് ദാവീദിനെ പ്രാകുകയാണ്. ദാവീദിനെ പ്രാകുന്നിടത്ത് ഇത് കേട്ടുനിന്ന് ദാവീദിന്റെ സ്നേഹിതന്മാർ പറയുന്നുണ്ട്, ഈ ചത്തനായ എൻ്റെ യജമാനെ അപഹസിക്കുന്നു, ഇവനെ അങ്ങ് വാളുകൊണ്ട് കൊന്നുകളയട്ടെ. ഇതാണ് അഹംബോധം. മറ്റൊരാൾ നമ്മെ അപഹസിക്കുന്നിടത്ത് ചെറിയൊരു കാര്യത്തിൽ പോലും ഉലയുന്നതാണ് നമ്മുടെ ഈഗോ. അവിടെ ദാവീദ് പറയുന്നത് ജീവിതാനുഭവങ്ങളിൽ രൂപപ്പെട്ടതുകൊണ്ട് ദാവീദ് പറയുന്നുണ്ട്, എന്നെ ശപിക്കുവാൻ യഹോവ അവനെ അയച്ചിരിക്കുന്നുവെങ്കിൽ അവനെ തടയാൻ നമ്മളാരാ? അച്ഛന്മാരും ഇത് ചിന്തിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. നമ്മളെ ആരെങ്കിലും പള്ളു പറയുമ്പം പിന്നീടുള്ള നമ്മുടെ അന്നത്തെ മുതൽ ഞാൻ അങ്ങനെ ഒരു അബദ്ധം കാണിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയൊരു വഴക്കൊരാളുമായിട്ടുണ്ടാക്കേണ്ടി വന്നു. അന്ന് ഞാൻ പോയി ത്രോണോസിൻ്റെ മുമ്പിൽ കമന്ന് കിടന്ന് അയാൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു. രാത്രിയായപ്പോൾ എനിക്ക് തന്നെ നല്ലൊരു പണി കിട്ടി. അന്ന് ഞാൻ തിരുത്തി പ്രാർത്ഥിച്ചു, ദൈവമേ, ശത്രുവിനെ സ്നേഹിക്കാനുള്ള ഏറ്റവും വലിയ ഉപാധി അവനെ സ്നേഹിക്കുക. അത് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? നമ്മളെ തന്നെ കൊല്ലണം. ദാവീദ് സ്വമേധയാ കൊന്നുകൊണ്ട് പറഞ്ഞു, എന്നെ അപഹസിക്കുവാൻ ദൈവം അവനെ അയച്ചിട്ടുണ്ടെങ്കിൽ അവനെ തടയാൻ നീ ആരാ? അതുകൊണ്ട് നോമ്പിൽ ഒന്നാമത് സ്വസ്ഥതയുള്ള വെള്ളത്തിനരികെ കൊണ്ടുപോയി ഞാൻ നിങ്ങളെ ഒരു പ്രതിബിംബം കാണിപ്പിച്ചു. നിങ്ങളുടെ തന്നെ ജീവിതത്തെയാ. ആ ജീവിതത്തിൽ നിങ്ങൾ ആദ്യം തിരുത്തേണ്ടുന്ന കാര്യമാണ് പറയുന്നത്, നിങ്ങളെ തന്നെ കൊല്ലണം, ഞാൻ മരിക്കണം. 2, നീ മറക്കണം. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികെ ചെന്നിട്ട് രണ്ടാമത്തെ ചെയ്യുന്ന കാര്യമാണ് നീ മറക്കണം. വേദപുസ്തകത്തിൽ ദൈവം സ്വപ്നത്തിലൂടെ ഇടപെടുന്ന ഒരു മനുഷ്യനുണ്ട്, വളരെ സുപരിചിതനാ. അവൻ്റെ പേര് പഴയ നിയമത്തിലെ വളരെ ശക്തനായ ഒരു കഥാപാത്രം യൗസേപ്പ. പക്ഷേ ദൈവം കാണിച്ച സ്വപ്നവും ജീവിതവും തമ്മിൽ ഒരു പൊരുത്തവുമില്ലാഞ്ഞ മനുഷ്യനായിരുന്നു ആര്? യോസഫ്. ദൈവം അവൻ്റെ ബാല്യത്തിൽ അവനെ ഒരു സ്വപ്നം കാണിച്ചു. പിതാവും തൻ്റെ സഹോദരന്മാരും തൻ്റെ മുമ്പിൽ വണങ്ങുവാൻ തക്കവണ്ണം ഉന്നതമായ ഒരു കസേരയിലേക്ക്, ഒരു സിംഹാസനത്തിലേക്ക് തന്നെ ഇരുത്തും എന്ന സ്വപ്നം. പക്ഷെ ആ സ്വപ്നം കണ്ട് ഉണർന്ന ദിവസം തൊട്ട് ജോസഫ് കടന്നുപോയ വഴികളൊന്നും ഒരു രാജകുമാരന്റെ വഴികൾ ആയിരുന്നില്ല. അവന്റെ ജീവിതത്തിൽ ഒരുപാട് ദുരനുഭവങ്ങളെയാണ് ദൈവം പ്രദാനം ചെയ്യുന്നത്. എന്തെല്ലാമാണ്? സ്വന്തം സഹോദരങ്ങൾ, രക്തത്തിൽ പിറന്നവർ അവനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിടുന്നുണ്ട്. ഏകനായി അവിടെ നിലവിളിക്കുന്നിടത്ത് വീണ്ടും അവിടെ നിന്നെടുത്ത് അടിമക്കച്ചവടക്കാർക്ക് വിറ്റുകളയുന്നുണ്ട്. വന്നെടുക്കുന്ന ഭവനം ആശ്വാസ കേന്ദ്രമാകുന്നു പറയുന്നിടത്ത് അവന്റെ വിശുദ്ധിയെ അപഹരിക്കുവാൻ ശ്രദ്ധിച്ച ഒരു സ്ത്രീയെ അവിടെ പറയുന്നുണ്ട്. അവന്റെ വിശുദ്ധിയെ അപഹരിക്കുവാൻ സാധ്യമല്ല എന്ന് കണ്ട് അവന്റെ മേൽ കുറ്റമാരോപിച്ച് അവനെ ജയിലിലാക്കുന്ന അവന്റെ തടവിന്റെ അനുഭവം അവിടെ കാണുന്നുണ്ട്. പക്ഷേ ജോസഫിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് ഈ അനുഭവങ്ങളിലൊന്നും യഹോവയായ ദൈവത്തെ ജോസഫ് വിട്ടുകളഞ്ഞില്ല. കാരണം അവന് സ്വപ്നം കൊടുത്തത് ദൈവമാണ്.
ഞാനിപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളോട് ചോദിക്കണം, നിങ്ങളുടെ സ്വപ്നം എന്നതാ? അവർ പറയും, ഞങ്ങൾക്കിങ്ങനെ പ്രത്യേകിച്ച് സ്വപ്നമൊന്നും ഇല്ല. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിച്ചപ്പം എൻ്റെ ക്ലാസ് ടീച്ചർ വന്നിട്ട് എന്നോട് ചോദിച്ചു, വാട്ട് ഡു യു വിഷ് ടു ബിക്കം? എന്താകണം? അന്ന് വലിയ വിവരം, ഇന്നും വലിയ വിവരമൊന്നുമില്ല, എന്നാലും അന്ന് വലിയ വിവരം ഇല്ലാഞ്ഞുകൊണ്ട് ഇംഗ്ലീഷിൽ തന്നെ എഴുതണമല്ലോ. ഞാൻ പറഞ്ഞു, ഐ വിഷ് ടു ബിക്കം എ ചർച്ച് ഫാദർ, പള്ളിയിലച്ഛൻ. പക്ഷെ എൻ്റെ ആഗ്രഹത്തെ എൻ്റെ മാതാപിതാക്കന്മാർ ഒരിടത്ത് വെച്ചും തടഞ്ഞില്ല എന്നുള്ളതാണ് ദൈവം എനിക്ക് തന്ന ഒരു അനുഗ്രഹം. ഒരു വൈദികനാകാനുള്ള എൻ്റെ ആഗ്രഹത്തിന് നിരക്കുന്ന ജീവിത സാഹചര്യങ്ങളല്ല ദൈവം എനിക്ക് തന്നത്. ആ ദൈവത്തോട് ഞാൻ പരിഭവപ്പെട്ടപ്പം എൻ്റെ ഗുരു എനിക്ക് പറഞ്ഞു തന്നൊരു ഉപാധിയുണ്ട്. മറ്റൊന്നുമല്ല, താഴ്വരകളിലൂടെ, ജീവിതത്തിലെ താഴ്വരകളിലൂടെ നടന്നു പോയെങ്കിൽ മാത്രമേ നിന്നെ നടത്തിയ ഒരു ദൈവം, നിന്നെ തോളിൽ ചുമക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് നിനക്ക് രുചിച്ചറിയുവാൻ സാധ്യമാകത്തുള്ളൂ. ഇവിടെ ജോസഫിന്റെ ജീവിതത്തിൽ അവൻ കണ്ട സ്വപ്നവും അവന്റെ ജീവിതത്തിൽ അവൻ നേരിട്ട യാഥാർത്ഥ്യങ്ങളും തമ്മിൽ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട്. പക്ഷെ ജോസഫ് തനിക്ക് സ്വപ്നം നൽകിയ ദൈവത്തെ അമിതമായിട്ട് വിശ്വസിച്ചു എന്ന് തന്നെ പറയാം. ഇപ്പം എല്ലാം അന്ധവിശ്വാസങ്ങളുടെ കാലം. വിശ്വാസം കൂടിപ്പോയിട്ടുള്ള കുഴപ്പമായിരിക്കാം. അതുകൊണ്ടാണ് നരബലി വരെ, അല്ലേ, PhD വരെയുള്ള മനുഷ്യരാ. ഈ കാണുന്ന പ്രാർത്ഥനാ കോപ്രായങ്ങൾക്കൊക്കെ പോകുന്നവരെയും ശ്രദ്ധിച്ചോ. എഞ്ചിനീയറിങ്ങും ബിരുദങ്ങളും ഒക്കെ ഒരുപാടുള്ള മനുഷ്യരാണ് ആദ്യം പോയി. അതുകൊണ്ട് ഇപ്പം പറയാറുണ്ട്, വിദ്യാഭ്യാസം എന്നൊരിക്കലും പറയരുത്, അഭ്യാസം മാത്രമേ ഉള്ളൂ. വിദ്യാഭ്യാസമില്ല, അഭ്യാസം മാത്രമേ ഉള്ളൂ. അവിടെയാണ് ജോസഫിന്റെ ജീവിതത്തിൽ അവന് സ്വപ്നം നൽകിയ, അത് വാഗ്ദത്തം ചെയ്ത ദൈവത്തിൽ അതിയായിട്ട് അവൻ വിശ്വസിച്ചത്. അതുകൊണ്ട് ജോസഫ് ജീവിതത്തിൽ ഇത് സാക്ഷ്യപ്പെടുത്തി എങ്ങനെയാണെന്നറിയാവോ? അവന് 2 പുത്രന്മാർ ജനിച്ചു. സിംഹാസനത്തിൽ ആരൂഢനായതിനു ശേഷമാ, രാജപദവി കിട്ടിയതിനു ശേഷമാ 2 കടോൽക്കജന്മാരായ ആൺപിള്ളാരെയാണ് ആർക്ക് കിട്ടിയത്? ജോസഫിന് കിട്ടിയത്. നിങ്ങളാണ് എന്തോ പേരിട്ടേനെ? പട്ടിക്കിടുന്ന പേരൊക്കെ. പണ്ട് ഇവിടുത്തെ എന്നോട് പേര് ചോദിച്ചു, അച്ഛൻ്റെ പേരെന്നാ? ഞാൻ വലിയ ഗമ പറഞ്ഞു, നോബിൻ. അച്ഛൻ എടുത്ത വായി കങ്ങഴപ്പള്ളി ഇരുന്നുകൊണ്ട് പറഞ്ഞു, പട്ടിക്കിടുന്ന പേരൊക്കെ ഇപ്പം അച്ഛന്മാർക്ക് ഇടുന്നതെന്ന് പറഞ്ഞു. അല്ലേ, ഇപ്പം ഇവിടുത്തെ കോട്ടയത്തെ പല അച്ഛന്മാരുടെയും പേര് രസമാണ്, ഞാൻ എടുത്തു പറയുന്നില്ല. എൻ്റെ പേര് നോബിൻ എന്നാണ്. ഇതുവരെ 32 വർഷമായിട്ട് ഞാൻ അന്വേഷിക്കുക അതിൻ്റെ അർത്ഥം ഇതുവരെ കിട്ടിയിട്ടില്ല. നിങ്ങളുമൊക്കെ നിങ്ങളുടെ മക്കൾക്ക് പേരിടും, അല്ലേ? ജീവിതവും പേരുമായിട്ട് യാതൊരു പൊരുത്തവും കാണത്തില്ല. എന്നാൽ ജോസഫ് മക്കൾക്ക് പേരിട്ടു. ഒന്നാമത്തവൻ്റെ പേര് മനശ്ശെ. നീ മറക്കണം. എന്ത് മറക്കണം? എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന വഴികളിൽ ഞാൻ കടന്നുപോയ തീച്ചൂളകളെയൊക്കെയും നീ മറക്കണം. കൈപ്പേറിയ അനുഭവങ്ങളിലുള്ള ജീവിതം നീ ഇവിടെ അവസാനിപ്പിക്കണം. മനശ്ശെ. രണ്ടാമത്തെ ഒരു ആൺകുഞ്ഞ് പിറന്നപ്പം അവന് അതിനേക്കാൾ മനോഹരമായൊരു പേരിട്ടു, എഫ്രൈം. ആ പേരിട്ടപ്പം ഒരു നിർവചനം അവിടെ ജോസഫ് കൊടുത്തു, കഷ്ടതയിൽ യഹോവ എന്നെ എഴുന്നേൽപ്പിച്ചു. അതുകൊണ്ട് രണ്ടാമത്തെ പുത്രന്റെ പേരെന്താണ്? എഫ്രൈം. ഇനി അതുകൊണ്ട് നിങ്ങൾക്ക് മക്കൾ ജനിക്കുമ്പം പേരിടുമ്പം അർത്ഥം കണ്ട് വേണം, ജീവിതത്തെ തൊടുന്ന പേര് വേണം. ഇല്ലെങ്കിൽ എന്തോ ചെയ്യും? ഒടുവിൽ നിങ്ങളെ ഒരു കൂട്ടിലാക്കിയിട്ട് അവൻ UK കെട്ടിയെടുത്തങ്ങ് പോകും. അതുകൊണ്ട് പേരിടുമ്പം അർത്ഥം മനസ്സിലാക്കി പേരിടണം. ജോസഫ് പറഞ്ഞു, എൻ്റെ ജീവിതത്തിലെ കയ്പനുഭവങ്ങളിൽ ഞാൻ ഇനി അഭിരമിക്കും. മറന്നുപോയി എന്നല്ല, പൂർണ്ണമായിട്ട് വിസ്മരിച്ചു എന്നുമല്ല, പക്ഷെ കയ്പനുഭവങ്ങളിൽ ഞാൻ എൻ്റെ ജീവിതത്തെ തളച്ചിടത്തില്ല. ഇന്ന് നമുക്ക് പലപ്പോഴും ജീവിക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാ? ദൈവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടും മനസ്സമാധാനം കിട്ടാതെ പോകുന്നത് എന്തുകൊണ്ടാ? നമ്മുടെ കയ്പനുഭവങ്ങളെ പൂർണ്ണമായിട്ട് മറക്കാൻ കഴിയാത്തത് കൊണ്ടാ. അതിൻ്റെ കൂർമനകൾ ഇപ്പോഴും നമ്മുടെ ജീവിതത്തെ ഉരസുന്നത് കൊണ്ടാണ് ഇപ്പോഴും അതിൽ നിന്ന് മാറ്റമില്ലാതെ തുടരുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. നമ്മുടെ ജീവിതത്തെ ദുസ്സഹമാക്കുന്ന ഈ കയ്പനുഭവങ്ങളെ മറക്കാൻ നമ്മളൊന്ന് പരിശീലിക്കണം. അതുകൊണ്ടാണ് ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അതിൽ നിന്ന് മോചനം കിട്ടുവാൻ വേണ്ടി ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഉത്തമമായ മാതൃക അത് മാത്രമാണ്. പിൻപിലുള്ള
വേദനപ്പെടുത്തുന്ന ചിലതിനെ മറക്കണം. വിസ്മരിക്കുക എന്ന് പറയാ പൂർണ്ണമായിട്ട് അവഗണിക്കുകയല്ല, മറിച്ച് അതിൻ്റെ കയ്പനുഭവങ്ങളിലല്ല, അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതികാര ബുദ്ധിയോടുകൂടി പെരുമാറുന്നവരാ. ദാവീദിന്റെ ജീവിതത്തിലും ഈ ഒരു പ്രതികാര ബുദ്ധി ഒരിടത്ത് പ്രയോഗിക്കുന്നുണ്ട്. വിൻഡിക്റ്റീവ് ട്രഷറി എന്ന് പറയും, അതിഭയങ്കരമായ പ്രതികാര അഗ്നി. പക്ഷെ അതിൽ അഭിരമിച്ചാൽ മുന്നോട്ട് ജീവിതം സുഖകരമായി ഓടത്തില്ല എന്ന് പറഞ്ഞ് ദാവീദ് അതിനെ മറക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പ്രതികാര മനോഭാവങ്ങളെ ഈ നോമ്പിൽ മറക്കാൻ നമുക്ക്, അതുകൊണ്ട് ആദ്യം ചെയ്യുന്ന ശുശ്രൂഷ എന്താ? അന്ന് തിങ്കളാഴ്ച ഉച്ചയായതുകൊണ്ട് തിരുമേനിക്ക് കഴിവുണ്ടെങ്കിൽ അത് ഞായറാഴ്ചത്തേക്കിന് മാറ്റിത്തരുവാൻ എല്ലാ പള്ളികളിലും, കാരണം എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ് അല്ലേ? ആദ്യവും ചെയ്യും ശുഭക്കോനോ, അവസാനവും എന്തിനാ? നിന്റെ എല്ലാ പ്രതികാരങ്ങളെയും അവസാനിപ്പിച്ചിട്ട് വേണം നീ ഈ യുദ്ധത്തിലേക്ക് പ്രവേശിക്കാൻ. അത് വലിയൊരു അഭ്യസനമാണ്. മഹാഭാരതത്തിൽ നല്ലൊരു അമ്മയുണ്ട്. നല്ല അമ്മയെന്ന് പറഞ്ഞാൽ ഈ അമ്മമാർക്ക് പൊതുവേ ഒരു കുഴപ്പമുണ്ട്. എന്താ? സ്നേഹം കൊണ്ട് കണ്ണിനൊരൽപ്പം കാഴ്ച കുറയും അല്ലേ? അതുകൊണ്ടാണ് പല തള്ളമാരും കാരണമാണ് പിള്ളേർ ചൊവ്വല്ലാതെ പോകുന്നത്. അതെനിക്ക് നല്ലപോലെ അറിയാം. ഇപ്പം ഈ അടുത്തിടയിൽ ഒരു അമ്മ എന്നെ വിളിച്ചു, എൻ്റെ പൊന്നച്ച, എൻ്റെ മകൻ എനിക്ക് ഒരു സ്വൈര്യവും തരുന്നില്ല. ഞാൻ ചോദിച്ചു എന്നാ കാര്യം? അച്ഛാ, അവന് ഒരു ബൈക്ക് മേടിച്ചു കൊടുത്തില്ലെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു, അവൻ ഏത് ബൈക്കാണ് ചോദിച്ചത്? ഡ്യൂക്കാണ് അവൻ ചോദിച്ചത്. ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ നിങ്ങൾ പേടിക്കണ്ട, മേടിച്ചു കൊടുത്തോ, 4-ാം പൊക്കവൻ്റെ ശവോടക്ക് നമുക്ക് അടുത്താണ്. അങ്ങനെ മരിക്കാൻ നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു മകനുണ്ടെങ്കിൽ അവൻ്റെ ശവോടക്ക് ഗംഭീരമായിട്ട് അങ്ങ് നടത്തിയേക്കണം. പക്ഷെ അമ്മമാരവിടെ പറയും, എൻ്റെ മകൻ എന്ത് ചോദിച്ചാലും അത് കൊടുക്കുന്നതാണ് മാതൃസ്നേഹം. ഇന്ന് വനിതാ ദിനമല്ലേ? ഞാൻ നിങ്ങളെ ഒരു അമ്മയെ പരിചയപ്പെടുത്താം. മഹാഭാരതത്തിലെ അമ്മയാണ്. പക്ഷെ അമ്മയ്ക്ക് ഒരു പ്രശ്നം പറ്റിപ്പോയി. കണ്ണ് മൂടിക്കെട്ടി. അവളുടെ പേര് ഗാന്ധാരി എന്ന്. ഇവിടെ പല സ്ത്രീകളും ഉണ്ട്, കാന്താരിയാണ്, ഗാന്ധാരിയല്ല. ഗാന്ധാരിയുടെ പ്രശ്നം എന്താ? കാണേണ്ടത് പലതും കാണാതെ വണ്ണം അവളുടെ കണ്ണ് മറയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് 100 മക്കളുണ്ടായിട്ടും മക്കളെ തിരുത്താൻ പലപ്പോഴും അമ്മയ്ക്ക്. പക്ഷേ ഒരു സന്ദർഭത്തിൽ ആ അമ്മ ശ്രേഷ്ഠയാകുന്നുണ്ട്. എവിടെയാണെന്നറിയാവോ? എല്ലാ ദിവസവും യുദ്ധത്തിന് പുറപ്പെടുന്ന മൂത്ത മകൻ ദുര്യോധനൻ ഈ അമ്മയുടെ അടുക്കൽ വന്നിട്ട് പറയും, അമ്മേ, ഞാൻ യുദ്ധത്തിന് പോകുകയാ, മഹാഭാരത യുദ്ധം, എന്നെ ആശീർവദിക്കണം. സാധാരണ വാത്സല്യപുത്രൻ 1-ാമത്തെ പുത്രൻ വന്നിട്ട് ഒരു അനുഗ്രഹം ചോദിച്ചാൽ അവൻ്റെ ഭാഗത്ത് നീതിയുണ്ടോ എന്നൊന്നും തള്ളമാര് അന്വേഷിക്കത്തില്ല. നീ പോയി ജയിച്ചിട്ട് വരാനേ പറയത്തുള്ളൂ. പക്ഷെ ഗാന്ധാരി പറഞ്ഞ വാചകം വളരെ ശ്രേഷ്ഠമാ. യഥോ ധർമ്മ സ്തതോ ജയ. നീ ജയിക്കട്ടെ എന്നല്ല പറഞ്ഞത്, മറിച്ച് അവിടെ പറയുന്ന ഇങ്ങനെയാണ്, ധർമ്മം എവിടെയുണ്ടോ അവിടം വിജയമുണ്ടാകട്ടെ. ഇങ്ങനെ പറയാൻ മക്കളെ പഠിപ്പിക്കാത്തതാണ് ഇന്ന് നമ്മുടെ സഭയ്ക്കും പറ്റിപ്പോയ ഒരു കുഴപ്പം. അമ്മമാര് ചെവി തുറന്ന് കേൾക്കണം. ജിപ്സുകളെ കുറിച്ച് ഒരു കഥ പറയാറുണ്ട്. ഞാൻ മുന്നമേ അത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഒരു കഥ തന്നെ 10,000 തവണ പറഞ്ഞാലും ഓർത്തഡോക്സുകാർക്ക് വിരസതയില്ല. കാരണം നമ്മളിതെല്ലാം എത്ര കേട്ടതാ, എത്ര പേര് ഞങ്ങളോട് പ്രസംഗിച്ചതാ. ജിപ്സുകളെ കുറിച്ചുള്ള മനോഹരമായ കഥയാണ്. അവർ ദേശാന്തരികളായി നാടോടികളായി നടക്കുന്നവരാ. കുറച്ച് യാത്ര ചെയ്ത് എവിടെയെങ്കിലും തങ്ങും. അവിടെ വെച്ചവർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പം അവർ ചെയ്യേണ്ടുന്ന ഒരു പാരമ്പര്യം ഇതാണ്. അവർ എവിടെയാണോ കൂടാരമടിച്ചിരിക്കുന്ന അതിൻ്റെ അടുത്തുള്ള ദേവാലയത്തിൻ്റെ പടികളിൽ കൊണ്ടുവന്ന്, ആരാധനാലയത്തിൻ്റെ പടികളിൽ കൊണ്ടുവന്ന് ഈ കുഞ്ഞിനെ കിടത്തണം. എന്നിട്ട് അമ്മ അങ്ങ് മാറിപ്പോണം. അതിലേ കടന്നു വരുന്ന മുതിർന്നവർ ചോദിക്കും, നിന്റെ പിഞ്ചു കുഞ്ഞല്ലേ, വെയിലത്ത് നിന്റെ കുഞ്ഞിനെ ഇട്ടേച്ച് പോയാൽ നിന്റെ കുഞ്ഞ് ചൂടേറ്റ് വാടിപ്പോകത്തില്ലേ? രാത്രി മഞ്ഞാണ്, മഞ്ഞുകൊണ്ട് നിന്റെ കുഞ്ഞ് മരവിച്ചു പോകത്തില്ലേ? താഴെ കാടാണ്, കാട്ടിൽ നിന്ന് വന്യമൃഗങ്ങൾ വന്ന് നിന്റെ കുഞ്ഞിനെ അപഹരിച്ചു കൊണ്ടുപോകത്തില്ലേ? ഉടനെ ഈ അമ്മ പറയണം, അതിന് ഇതെൻ്റേതല്ല, ദൈവം തന്ന ദാനമാണ്. നിങ്ങളിൽ എത്ര പേര് നിങ്ങളുടെ മക്കളുടെ തലയെ തൊട്ടിത് പറഞ്ഞിട്ടുണ്ട്, ഇതെൻ്റേതല്ല,
ദൈവം തന്ന ദാനമാണെന്ന്. നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പിള്ളേരെന്തെങ്കിലും കുരുത്തക്കേട് കാരണം ഇതെല്ലാം വിത്ത് ഗുണം, ഇതെല്ലാം അതിയാൻ്റെ മാത്രം ഗുണമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അമ്മമാരഭ്യസിക്കണം. എന്തു ചെയ്യണം? അവൻ്റെ തലയെ തൊട്ടിട്ട് പറയണം, അവനെ അഭ്യസിപ്പിക്കണം. അതാ പറഞ്ഞത്, ജീവിതത്തിൽ മൂല്യങ്ങളുള്ള മക്കളായിട്ട് അവരെ വളർത്തണം. സഭാസ്ഥാനികളാകാൻ വേണ്ടിയിട്ടോ മതമനുഷ്യരായിട്ടോ ഒന്നും നമ്മുടെ മക്കളെ വളർത്തരുത്, കയറൂരി വിടരുത്. മറിച്ച് ആത്മബലമുള്ള മനുഷ്യരായിട്ട്, ഒരു ആത്മമൂല്യമുള്ള മനുഷ്യരായിട്ട് അവരെ മാറ്റുവാൻ തക്ക വേണ്ടി വേണ്ടിയാണ്. ഇനി അവർ തലേ കൈ വെച്ചിട്ട് പറയണം, ഇതെൻ്റേത് മാത്രമല്ല, ദൈവം തന്ന ദാനമാണ്. അതുകൊണ്ടാണല്ലോ തൻ്റെ ഉണ്മയ്ക്ക് ദൈവം കഴിഞ്ഞാൽ കാരണക്കാരനായ പിതാവിനോടൊരു നല്ല ഗുഡ് ബൈ പോലും പറയാതെ പോയൊരു മകനുണ്ട് വേദപുസ്തകത്തിൽ. അവനെ എപ്പോഴും നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? മുടിയനായ പുത്രൻ. അവൻ തൻ്റെ അപ്പൻ്റെ അവകാശം മേടിച്ചിട്ട് ഒരു നല്ല യാത്ര പോലും ആ പിതാവിനോട് പറയുന്നില്ല. പക്ഷേ ആ പിതാവ് അവൻ്റെ വരവ് കാത്തിരുന്നത് പോലെ തിരികെ അവൻ വരുമ്പം കെട്ടിപ്പിടിക്കുകയും ആലിംഗനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഒരു കാര്യം കൂടെ ചെയ്തു, അവനെ ഒരു മോതിരം അണിയിച്ചു. ഇറ്റ്സ് എ സൈൻ ഓഫ് അഫെക്ഷൻ. അവനെ ഒരു മോതിരം അണിയിച്ചു, ഒരു ബോധ്യപ്പെടുത്തല. എന്തിനു വേണ്ടിയിട്ടാ? നിനക്ക് ഈ സുബോധം വരുത്തിയത് ദൈവമാണ്. ഏത് പടുകുഴിയിൽ നിന്നും നീ പരിശ്രമിച്ചാൽ നിനക്ക് എഴുന്നേറ്റ് വരാൻ സാധ്യമാകും. അതിന് കൂട്ടുപിടിക്കേണ്ട ഒരാളേ ഉള്ളൂ. ആരാ? ദൈവമാണ്. അതുകൊണ്ട് നിങ്ങളുടെ മക്കള് ഏത് ദേശത്തേക്കിലും വേണം പോകട്ടെ, ഏത് ദേശത്ത് പോയാലും അവരുടെ അരയിൽ ഒരു കയറ് കെട്ടി വിടണം. ആ കയറിൻ്റെ ഒരു അറ്റം നിങ്ങളുടെ കയ്യിലാണ്. ആ കയറിൻ്റെ പേരാണ് ദൈവത്തോടുള്ള വിശ്വസ്തത. ആ വിശ്വസ്തതയിൽ ഭരമേൽപ്പിച്ച് നിങ്ങളുടെ മക്കളെ വിട്ടാൽ അവരെങ്ങനെയുള്ളവരാകും? മൂല്യമുള്ള മക്കളായിട്ട് തീരും. ശങ്കരാചാര്യരെ കുറിച്ച് ഒരു കഥ ഇങ്ങനെയാണ് ചരിത്രം പറയുന്നത്. അത് ഞാൻ വായിച്ചത് കോട്ടയം ഭദ്രാസനത്തിലെ ഒരു യുവവൈദികൻ എഴുതിയൊരു പുസ്തകത്തിൽ നിന്നാണ്. ഏകാഗി എന്ന മലമുകളിലെ ഏകാഗി എന്ന പാമ്പാടി തിരുമേനിയെ കുറിച്ച് എഴുതിയ റജീച്ചൻ്റെ പുസ്തകമാണ്. മനോഹരമായൊരു പുസ്തകം. അതിലാദ്യത്തെ ഭാഗത്ത് ഇങ്ങനെയൊരു കഥ രേഖപ്പെടുത്തുന്നുണ്ട്. ശങ്കരാചാര്യർ ആലുവാപ്പുഴയിൽ ചെറുപ്പത്തിൽ കുളിക്കാനിറങ്ങിയപ്പം ഒരു മുതല വന്ന് അദ്ദേഹത്തിൻ്റെ കാലിൽ പിടുത്തമിട്ടു. മുതല ഒരു വശത്ത് കുഞ്ഞിനെ പിടിച്ചു, അമ്മ കൈക്ക് കയറും പിടിച്ചു. മുതലയും അമ്മയും തമ്മിൽ പിടിവലിയായി. ആ വേള ആ അമ്മ ഉറക്കെ ഒരു കാര്യം പറഞ്ഞു, ഞാനിവനെ എൻ്റെ ദൈവത്തിന് കൊടുത്തുകൊള്ളാം, ഈശ്വരന് സമർപ്പിച്ചുകൊള്ളാം. അടുത്ത വരി എഴുതുന്നത് ഇങ്ങനെയാണ്, ആ നിമിഷം മുതലയുടെ പല്ലിനേക്കാൾ അമ്മയുടെ കൈക്ക് ശക്തി വർദ്ധിച്ചു. നിങ്ങളുടെ കൈക്ക് ബലം തരുന്ന ഒറ്റക്കാര്യമേ ഉള്ളൂ. എന്താ? ദൈവത്തെ വിളിക്കാൻ അവരെ അഭ്യസിപ്പിച്ചാൽ മതി. ദൈവത്തെ വിളിച്ചിട്ട് അവരോട് പറയണം, മൂല്യമുള്ള കുഞ്ഞുങ്ങളായി നിങ്ങൾ വളർന്നു വരണം. അങ്ങനെയായാൽ അവൻ്റെ ജീവിതത്തിൽ താളടികളുണ്ടായാലും അവനെ ഒരു വേള പിതൃസന്നിധിയിലേക്ക് മടങ്ങി വരും. ഞാനിത് പറഞ്ഞു വന്നത് ഇന്ന് വനിതാ ദിനമായതുകൊണ്ടാണ്. അവനവനോട് തന്നെ രമ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അവനവനോട് തന്നെയുള്ള തൃപ്തിയിൽ ജീവിക്കുക എന്നുള്ളതാ. അതിനെന്ത് ചെയ്യണം? സംതൃപ്തി കണ്ടെത്താൻ എന്ത് ചെയ്യണം? കൈപ്പുള്ള സകല അനുഭവങ്ങളെയും നീക്കം ചെയ്യാൻ, തരണം ചെയ്യാൻ അഭ്യസിക്കേണ്ടതായിട്ടുണ്ട്. കൈപ്പുള്ള എല്ലാ അനുഭവങ്ങളെയും തരണം ചെയ്യാൻ ഇടയാകണം. അതുകൊണ്ട് 10 മിനിറ്റ് കൂടെ എടുക്കാമല്ലോ അല്ലേ? ഒരു പോയിന്റ് കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. 2 കാര്യങ്ങളെ പറഞ്ഞു. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികെ ചെന്നിട്ട് ആദ്യം ചെയ്യണം, നിങ്ങൾ മറന്നില്ല എന്ന് വിചാരിച്ച് പറയും. 1, അവനവനെ തന്നെ ഒന്ന് കൊല്ലണം, നീ മരിക്കണം. 2, നീ മറക്കണം. മനശ്ശെ എന്ന് പേരിട്ട ജോസഫ് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന മുൾപാതകളെ ഞാൻ മറക്കുന്നു. എൻ്റെ കഷ്ടതയിൽ എന്നെ ഉയർത്തിയ എൻ്റെ ദൈവത്തെ ഞാൻ കണ്ടതുകൊണ്ട് രണ്ടാമത്തവൻ എഫ്രൈം എന്ന് ഞാൻ പേരിടുന്നു. ഒരു വിശ്വാസിയാണെങ്കിൽ ഈ നോമ്പിൽ ജീവിതത്തിൻ്റെ കയ്പനുഭവങ്ങളെ മറന്നിട്ട് ദൈവസന്നിധിയിൽ സ്തുതിയർപ്പിക്കുവാൻ നമുക്ക് സാധ്യമാകണം. നമ്മളത് കണ്ടാൽ മാത്രം പോരാ, തലമുറകളെ അതിന് അഭ്യസിപ്പിക്കണം. 3-ാമതായിട്ടൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. 3, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് ചെന്ന് നീ മറക്കണം. എന്ത് ചെയ്യണം?
ഹൈഡ് യുവർ സെൽഫ്. ഇത് പഴയ നിയമത്തിൽ യഹോവയായ ദൈവം ഒരു പ്രവാചകനോട് പറഞ്ഞതാ. രണ്ട് കാര്യങ്ങൾ: ഹൈഡ് യുവർ സെൽഫ്, ഷോ യുവർ സെൽഫ്. നിന്നെ തന്നെ മറയ്ക്ക്, നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക. ഇവിടെ എന്നാൽ അല്പം വ്യത്യസ്തമായിട്ട് പറയാം, നീ മറയ്ക്കണം. നമ്മൾ പലപ്പോഴും നമ്മുടെ ദുഃഖങ്ങളെ മറ്റൊരാളോട് പറയുമ്പം അതേപടി ആ മനുഷ്യനത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? സമാനമായ ഒരു അനുഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്. അതിന് കാരണം എന്താ? 25-ാം പൊക്കം, നോമ്പിന്റെ 25-ാം പൊക്കം ഒരു കുരിശ് നാട്ടിയിട്ട് പറയും, ഈ കൈകൾ വിരിച്ചു കിടക്കുന്ന ക്രിസ്തുവിന് നിങ്ങളെ പിടുത്തം കിട്ടും. അതുകൊണ്ട് പറയേണ്ട ആളാരാ? ക്രിസ്തുവാ. അവന്റെ സന്നിധി വന്നിട്ട് പറയണം, ചിലതിനെ ഞാൻ മറയ്ക്കും. ഹൈഡ് മൈസെൽഫ്. എന്നെ തന്നെയും എനിക്കുള്ള ചിലതിനെയും മറയ്ക്കാൻ ഞാൻ ശ്രമിക്കും. ഇന്ന് കുടുംബജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. കല്യാണം കഴിക്കാത്ത അച്ഛന് ഇത്രയും കുടുംബജീവിതത്തെ പറ്റി എങ്ങനെയാണ്? കല്യാണം കഴിപ്പിച്ചില്ലേലും 19 പേരെ കെട്ടിച്ച അച്ഛനാണ് ഞാൻ. അതുകൊണ്ട് പലരും വിഷയങ്ങളുണ്ടാകുമ്പോൾ എന്നെ വിളിക്കും. എനിക്ക് നേരിട്ട് അനുഭവം ഇല്ലെങ്കിലും പല വിഷയങ്ങൾ കേട്ടത് കൊണ്ട് എനിക്കറിയാം. ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്തുകൊണ്ടാണ്? കുടുംബത്തെക്കുറിച്ച് പറയും, അത് പറുദീസയുടെ വീണ്ടെടുപ്പ് സാധ്യമാകുന്ന ഒരിടമാണ്. പറുദീസ എന്ന് പറഞ്ഞാൽ എന്താ? നഷ്ടപ്പെട്ടു പോയി, അത് വീണ്ടെടുക്കാനുള്ള പരിശ്രമമാണ് നോമ്പിൽ. 2 കാര്യങ്ങൾ നോമ്പിൽ ചെയ്യുന്നെന്ന് പറഞ്ഞു. നഷ്ടപ്പെട്ട് പറുദീസ പോയ വീണ്ടെടുക്കുക. എന്തൊക്കെയാ? ഒന്ന്, ഭക്ഷണമോഹമാണ് ഒന്നാമത്തെ പ്രതിസന്ധി. അതിനെ മറികടക്കാൻ ഉപവസിക്കുന്നു. 2, അനുസരണക്കേടാ. അതിനെ തിരുത്താനാണ് എന്തിന്? കുമ്പിട്ട്, ദൈവസന്നിധി കുമ്പിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാനുള്ള ശ്രമിക്കുക? നമ്മൾ പറുദീസ വീണ്ടെടുക്കാനുള്ള ശ്രമമാണ് നോമ്പിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് പറുദീസ കുടുംബജീവിതത്തിലേക്ക് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപരന്റെ നഗ്നതയെ ഹനിക്കാതിരിക്കുക എന്നും കൂടെ ഇതിനൊരർത്ഥമുണ്ട്. എൻ്റെ ജീവിത പങ്കാളിക്ക് ദൈവം എനിക്ക് തന്നിട്ടുള്ള ആരുമാകട്ടെ, കുടുംബം എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും മാത്രമല്ല, അതിലൊരപ്പനുണ്ട്, അതിനൊരു അമ്മയുണ്ട്, അതിൽ സഹോദരങ്ങളുണ്ട്, മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്, എല്ലാ ബന്ധങ്ങളും അതിനകത്തുണ്ട്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, നീ മറയ്ക്കണം. എന്തിനാ? നീ ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അവരന്റെ കുറ്റങ്ങളെ ഉയർത്തിക്കാട്ടുവാനുള്ള പരിശ്രമമല്ല നിന്റെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകേണ്ടുന്നത്. അതുകൊണ്ട് ഈ ഭദ്രാസനത്തിൽ വളർന്ന് പുറത്തേക്ക് മെത്രാനായി പോയ ഒരു തിരുമേനിയുണ്ട്, സേവറസ് തിരുമേനി. തിരുമേനി മനോഹരമായ ഒരു പ്രസംഗം പറഞ്ഞു. ക്രിസ്തുവിനോളം മനുഷ്യനെ ഗൗരവത്തിലെടുത്ത വേറൊരാളില്ല. മനുഷ്യനെ മനുഷ്യനായി കണ്ട, മനുഷ്യന്റെ ആത്മത്തെ ആദരിച്ച, അവരനെ ആത്മാർത്ഥമായി ആദരിക്കാൻ പഠിപ്പിച്ച മറ്റൊരു ഗുരുവില്ല. എന്തുകൊണ്ടാ? അവന്റെ അടുക്കെ ഒരു വേശ്യാസ്ത്രീ വന്നാൽ ചുറ്റുമുള്ളവർ അപ്പോഴും പറയും, ഇതാ ഒരു വേശ്യാസ്ത്രീ അവന്റെ അടുക്കൽ നിൽക്കുന്നു. പക്ഷെ അവൻ പറയും, ക്രിസ്തു ഒരു വേശ്യാസ്ത്രീയെ കാണുന്നത്, തിരുമേനി പറയുന്നത് ഇങ്ങനെയാണ്, അവൾ ആരാണെന്ന് ചോദിച്ചാൽ അവൾ ക്രിസ്തുവിനെ തൈലം പൂശുന്നവളാണ്. ആരാണ് ഒരു വേശ്യാസ്ത്രീ? അവൾ ക്രിസ്തുവിനെ തൈലം പൂശുന്നവളാ. ക്രൂശിൽ അപ്പുറത്ത് കിടക്കുന്നവനെ നമ്മൾ നോക്കിയിട്ട് പറയും, എടോ കള്ള. ലോകത്തിന്റെ ടോർച്ച് കൊണ്ടടിച്ചിട്ട് പറയും, അവന്റെ പേര് കള്ളൻ. വീട് കുത്തിത്തുറന്ന് സാധനങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നവൻ. എന്നാൽ ക്രിസ്തുവിന്റെ കണ്ണിലൂടെ ആ കള്ളനെ നോക്കുമ്പോൾ അവനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? പറുദീസായെ മോഷ്ടിക്കുന്നവനാണ് വലതുഭാഗത്തെ കള്ളൻ. മനുഷ്യനെ ആദരിക്കണമെങ്കിൽ മൂന്നാമത് ഈ നോമ്പിൽ ഒരു കാര്യം ചെയ്യണം. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ പറുദീസായിൽ അവരനെ ആദരിക്കാൻ അവരുടെ ചില ബലഹീനതകൾ നിങ്ങൾ മറയ്ക്കണം. കല്യാണം നടത്തുമ്പോൾ പലരും പറയും, കുടുംബം എന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ടാകണം? അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകണം. അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്നാ അതിൻ്റെ അർത്ഥം? ഈ 2 കട്ടയെടുത്ത് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് വെക്കുന്ന പോലെ ഇരിക്കും ഇല്ലേ? എന്തെങ്കിലും ഒരു കാരണം മതി, തെന്നിപ്പോയാൽ പിന്നെ അഡ്ജസ്റ്റ്മെന്റ് അല്ല കുടുംബജീവിതത്തിൽ വേണ്ടുന്നത്. സഫറിങ്ങും അല്ല. സഫറിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഒടുക്കത്തെ സഹനമെന്ന് അതിൻ്റെ അർത്ഥം. അതുമല്ല അതിൻ്റെ അർത്ഥം. വേണ്ടുന്നത് എന്താ? സാക്രിഫൈസ്.
ത്യാഗം ചെയ്യാനുള്ള സന്നദ്ധത. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പരാതികൾ അവസാനിക്കാത്തത് എന്തുകൊണ്ടാ? നമ്മൾ പറയും, അവൻ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങളെ നിർവഹിക്കുന്നില്ല. എന്നാൽ അവിടെയാണ് ഈ ചോദ്യം ഉണ്ടാകുന്നത്. അവന്റെ ബലഹീനതയെ ഉയർത്തിപ്പിടിക്കാനല്ല ദൈവം അവൻ ഇണയായിട്ട് തുണയായിട്ട് എന്നെ ആക്കി വെച്ചിരിക്കും, മറിച്ച് അതിനെ മറയ്ക്കാനാണ്. പറുദീസ അവരനെ അപഹസിക്കാത്ത, അവന്റെ ബലഹീനതയെ അപഹസിക്കാത്ത ഇടത്തിന്റെ പേരാ. ഇനി കുടുംബം അവിടെ നിൽക്കട്ടെ. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ളത് പള്ളികളിലാണ്, അല്ലേ? കോട്ടയത്തെ ഒരു പള്ളിയിൽ നിരന്തരം, തിരുമേനിയുടെ ഭദ്രാസനമല്ല, കോട്ടയം പ്രദേശത്തുള്ള മറ്റൊരു പള്ളി, അവിടെ ഈ അടുത്ത കാലത്ത് എന്നും പ്രതിസന്ധികളാണ്. ഇപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, അച്ഛനൊന്ന് വന്ന് പ്രസംഗിക്കണം, കാരണം ഞാൻ തല്ലുകൊള്ളിയായതുകൊണ്ട് അവരെ രണ്ടെണ്ണമൊക്കെ പറയണം. പക്ഷേ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയൊരു കാര്യം, ഒടുവിൽ അതിനെപ്പറ്റി കേട്ട ഒരു സത്യമാണ്. അച്ഛാ, ആ പള്ളിയിൽ എന്നും കലാപം ഉണ്ടാകും. കാരണം അതിൻ്റെ മേളത്തെ കൂട്ട് കയറ്റിയപ്പം ഒരു കഴുക്കോല് ഇടത്തോട്ടാണ്, അതുകൊണ്ട് ആ പള്ളിയിൽ എന്നും എന്തുണ്ടാകും? ഇതാണ് ഓർത്തഡോക്സുകാരൻ്റെ വിശ്വാസം. എന്നിട്ട് പറയും, ആ പള്ളിയിൽ എന്നും നീ ചൊവ്വാണെങ്കിൽ നീ ആരാധിക്കുന്നിടത്ത് യാതൊരു കലാപവും ഉണ്ടാകുമോ? ഇന്ന് പള്ളിയാണ് ഏറ്റവും കൂടുതൽ അവരനെ അപഹസിക്കാൻ, പള്ളി മാത്രമല്ല സഭയും, ഒരുവനെ അപഹസിക്കാൻ ഏറ്റവും കൂടുതൽ ശക്തമായി നിൽക്കുന്ന ഇടം എവിടമാണ്? ഇന്ന് ദേവാലയം. ബുദ്ധ പാരമ്പര്യം പഠിക്കുമ്പം ത്രിരത്നാസ് എന്ന് പറയും, 3 രത്നങ്ങൾ. അതാണ് ഈ ശരണത്രയം എന്നൊക്കെ പറയാറ്. ഇതിലൊന്ന് പറയുന്നത് ഇങ്ങനെയാണ്: സംഘം ശരണം ഗച്ഛാമി. എൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: ഐ ടേക്ക് റെഫ്യൂജി ഇൻ കമ്മ്യൂണിറ്റി. സംഘത്തിൽ, കൂട്ടായ്മയിൽ ഞാൻ അഭയം കണ്ടെത്തും. ഈ ഫെലോഷിപ്പിന്റെ പേരാണ് എന്ത്? പള്ളി. പക്ഷെ നിർഭാഗ്യവശാൽ മറ്റൊരുവനെ അപഹസിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ മുതിരുന്ന ഇടമാണ് പള്ളി. ഞാൻ മനോഹരമായൊരു കഥ പറയാം. അതുകൊണ്ട് ഇനി ഇവിടെ 12 പള്ളിക്കാർ കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ 12 പള്ളിയിൽ നിന്ന് ഒരു പരാതി പോലും നിങ്ങളുടെ മെത്രാച്ചൻ്റെ ടേബിളിൽ ഇനി ചെല്ലരുത്. അതിന് ഇക്കാര്യം ഓർത്താൽ മതി. ഒരു ദേശക്കാർ കൂടി അവർക്ക് ആരാധിക്കാൻ പള്ളിയില്ല. അവർ പറഞ്ഞു, നമുക്കൊരു പള്ളി പണിയാം. ആളുകളെല്ലാം ആലോചന പറഞ്ഞു, എവിടെ പണിയാം പള്ളി? ഒരാൾ പറഞ്ഞു, നമുക്ക് പൊത്തമ്പുറം ദേറ പോലെ ഉയരത്തിൽ പണിയാം, എല്ലാവർക്കും അവിടെ കാണാം. മറ്റൊരാൾ പറഞ്ഞു, നമുക്ക് മണലേപ്പള്ളി പോലെ പുഴയുടെ തീരത്ത് പണിയാം, നല്ല ആംബിയൻസ് ആയിരിക്കും. പല അഭിപ്രായങ്ങൾ വന്നു. വാർദ്ധക്യം ചെന്ന ഒരു മനുഷ്യൻ പറഞ്ഞു, ഞാനൊരു സ്ഥലം പറയാം, ആ സ്ഥലത്തിന് ഒരു ചരിത്രവുമുണ്ട്. ചരിത്രം എന്താ? ഒരിടത്ത് 2 സഹോദരന്മാരുണ്ടെന്ന്, ജ്യേഷ്ഠാനിയന്മാർ. അവർക്ക് പിതാവ് സ്ഥലം തുല്യമായി വീതിച്ചു കൊടുത്തു. അവരൊരുമിച്ച് ആ ഭൂമിയിൽ അധ്വാനിച്ചു. അവരുടെ വിളവുകളെ കൃത്യമായി അവർ പകുത്തു. ഗോതമ്പുകളെ കൃത്യമായി പകുത്ത് അവർ സ്വഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോയി. രാത്രിയിൽ ജ്യേഷ്ഠൻ ഉണർന്ന് ചിന്തിച്ചു, എൻ്റെ സഹോദരനോട് സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എങ്കിൽ തുല്യമായിട്ടല്ലായിരുന്നു വീതിക്കേണ്ടതാണോ? ഒരു പിടി ഗോതമ്പെങ്കിലും എൻ്റെ അനുജന് കൂടുതൽ കൊടുക്കണമായിരുന്നു. അനിയനും രാത്രിയിൽ ഇത് തന്നെ ചിന്തിച്ചു, ഞാൻ എൻ്റെ ജ്യേഷ്ഠന് ഒരു പിടിയെങ്കിലും. ഇവർ രാത്രി ഇരുട്ടിൻ്റെ മറവിൽ ഓരോ ചാക്ക് ഗോതമ്പും തോളയിൽ വെച്ച് പരസ്പരം വീടുകളിലേക്ക് നടക്കാൻ ആരംഭിച്ചു. വയൽ പ്രദേശത്ത് ഇരുട്ടത്ത് ഇവർ ചാക്കുകെട്ടുകളുമായി കൂട്ടിമുട്ടി. അവർ തിരിച്ചറിഞ്ഞു, ജ്യേഷ്ഠൻ രാവെളുക്കവോളം അവരവിടെ കെട്ടിപ്പിടിച്ചിരുന്ന് ചിരിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് ആ അപ്പച്ചൻ പറഞ്ഞു, നമുക്ക് ഇവിടെ ഒരു പള്ളി പണിയാണ്. എവിടെ? സഹോദരനെ സഹോദരനായി കണ്ടെത്തുന്ന ഇടത്തിൻ്റെ പേരാണ് ദേവാലയം. ഇനി പറ, നിങ്ങളുടെ 12 പള്ളിയിൽ എത്ര പള്ളി ഇങ്ങനെ പണിതിട്ടുണ്ട്? ചാക്കുമെടുത്ത് ഇന്ന് രാത്രി പുറപ്പെടണം. ഇപ്പൊ പള്ളികളെല്ലാം ധനസമാഹരണത്തിലുള്ള പല അച്ഛന്മാരും വളരെ ക്രെഡിറ്റ് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ ആ പള്ളിയിൽ നിന്ന് പോന്നപ്പം ഇത്ര ലക്ഷം രൂപ ബാലൻസ്
കോട്ടയം ഭാഷയെ പറഞ്ഞ് ഇതുപോലൊരു ഊളൻ വേറെ ഇല്ല. കാരണം എന്താ? ഒരു പള്ളി, ബാങ്ക് ബാലൻസുകൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരേ ഒരു സ്ഥാപനത്തിന്റെ പേരാണ് പള്ളി. അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കണമെങ്കിൽ ജനം കൊടുക്കണം. അവിടെ ഒന്നും മിച്ചമില്ല. അതെല്ലാം അവിടെയുള്ള ജനത്തിന് വിഭാഗിക്കേണ്ടുന്ന ഇടമാണ്. അതുകൊണ്ട് പള്ളി വേറെ ആർക്ക് ശമ്പളം കൊടുത്തില്ലെങ്കിലും ഒരാളെ കൃത്യമായിട്ട് എല്ലാ പള്ളിയിലും നിർത്തണം. ആരെയാ? ഒരു മൂപ്പനെ നിർത്തണം. രാവെളുക്കുവോളം ആ പള്ളിയുടെ പ്രധാന വാതിൽ തുറന്നിടണം. നമ്മുടെ ഓർത്തഡോക്സുകാരുടെ പള്ളികൾ ഞായറാഴ്ച നോക്കിക്കേ, 11 മണി കഴിഞ്ഞാൽ സെമിത്തേരി അതിനേക്കാൾ സജീവമാണ്. നമ്മുടെ എല്ലാ പള്ളികളും തുറക്കണം. ഒരു ഇടവക ജനത്തിന് അവന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ആദ്യം ഓടി വരാൻ എൻ്റെ ദേവാലയം ഉണ്ടാകണം. പക്ഷെ ഇന്ന് പള്ളി ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന, അതുകൊണ്ട് പുരോഹിതന്മാർ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇത്രയും രൂക്ഷമായി പറഞ്ഞതിൽ. ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ മുൻഗാമികൾ പറഞ്ഞത്. ഞാൻ ഇതുവരെ എൻ്റെ പള്ളിയിൽ ഇരുന്നിട്ട് കണക്ക് നോക്കിയിട്ടില്ല അധികമൊന്നും. അതുകൊണ്ട് വലിയ കഴിവില്ലാത്തതായതുകൊണ്ടാകാം എന്നെ തുരുതുര ഇങ്ങനെ മാറ്റിക്കൊണ്ടുവരുന്നു. പക്ഷെ എൻ്റെ ധാരണയാണ് ഞാൻ പറഞ്ഞത്. പള്ളിക്ക് ബാലൻസ് ഒക്കെ ഉണ്ടാക്കി വെക്കാനല്ല. പാമ്പാടി തേറായിൽ മാത്തുക്കുട്ടിയച്ഛൻ നാളെ തൊട്ട് പറയുക കോടികളുടെ മുതൽ എനിക്കുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഒരു സന്യാസിയായിട്ട് പിന്നെ പറയാമോ? കാരണം പാമ്പാടി തിരുമേനി പറഞ്ഞു, അരി തീരുമോ? 10,000 നിറയ്ക്കുന്ന ഒരു ദൈവത്തെ ഞാൻ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് ദേവാലയത്തിന്റെ പിന്നിലെ. പക്ഷെ ഇപ്പൊ എല്ലാം രസീതിന്റെ കളിയാ. ഒരിടത്ത് ഒരു വളവിങ്കിലൊരു പള്ളി ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് അപകടങ്ങൾ നടക്കും, നിരന്തരം അപകടങ്ങളാണ്, മരണം. പള്ളിക്കാർ തീരുമാനിച്ചു ഇതിനൊരു പരിഹാരം കാണണ്ടേ. ബുദ്ധിയുള്ള ഡ്രസ്സ് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, അച്ഛാ നമുക്കൊരു ആംബുലൻസ് അങ്ങ് മേടിക്കാം. ഇവിടെ പല പള്ളികൾക്കും ആംബുലൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. നമുക്കൊരു ആംബുലൻസ് മേടിക്കാം. ചത്തവനെ പെട്ടെന്ന് പള്ളിയിലോട്ട് എത്തിക്കാം, ചാകാത്തവനെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാം, കിട്ടുന്നത് ചാർജിക്ക് മുടക്കുകയും ചെയ്യാം. ബുദ്ധിയുള്ള പ്രായം ചെന്ന ഒരു അമ്മച്ചി എഴുന്നേറ്റിട്ട് പറഞ്ഞു, അതിനേക്കാൾ നല്ലതല്ലേ ആ മതിലൊന്ന് പൊളിച്ച് ആ വളവൊന്ന് നൂർത്തു, പിന്നെ ആ തള്ളയെ പള്ളി കയറ്റിയില്ലെന്നാണ് പറയുന്നത്. എന്താ നമ്മുടെ പള്ളി? എന്താ നമ്മുടെ ദേവാലയം? എന്താ നമ്മുടെ സഭ? ഞാൻ എന്റെ സഭയിൽ അഭയം കണ്ടെത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാ? എ ഷെയറിംഗ് കെയറിംഗ് കമ്മ്യൂണിറ്റി. പങ്കുവെക്കുന്ന, എന്നെ കരുതുന്ന എന്റെ സഹോദരങ്ങളെ മാത്രം കാണുന്ന ഇടത്തിന്റെ പേരാണ് പള്ളി. അതുകൊണ്ട് ഈ നോമ്പിൽ ഞാൻ എന്തുമാത്രം ഭക്ഷണ സാധനത്തെ ഉപയോഗിച്ചു എന്നുള്ളതല്ല, ഉപേക്ഷിച്ചു എന്നുള്ളതല്ല, മറിച്ച് എന്റെ സഹോദരനെ കാണേണ്ടതുപോലെ കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? അവന്റെ ബലഹീനതകളെ ഉയർത്തിക്കാണിക്കാതെ അവനെ എന്നോടൊപ്പം ചേർത്ത് പിടിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? കുടുംബത്തിലും ദേവാലയത്തിലും സമൂഹത്തിലും ഇത് ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കണം. കഴിഞ്ഞയിടയ്ക്കാണ് ഒരു ചെറുപ്പക്കാരനെ വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഒരു പൈതൽ ലഭിച്ചിട്ട് ആ പൈതലിനെ കാണാൻ ആശുപത്രിയുടെ വരാന്തയിലിരുന്ന മനുഷ്യനെ കള്ളൻ എന്ന് പറഞ്ഞ് നാട്ടുകാർ തല്ലിക്കൊന്നത്. ഒരുവന്റെ ബലഹീനതയെ, ഒരുവന്റെ കഴിവില്ലായ്മയെ അപഹസിക്കുകയും അത് കൊട്ടിഘോഷിക്കുകയും ചെയ്യുന്ന സമൂഹ മാധ്യമങ്ങളിൽ ജീവിക്കുന്ന നമുക്ക് ഈ നോമ്പ് ഒരു പരിധി നിർണയിക്കുവാൻ നമ്മെ സഹായിക്കണം. എന്തിനാ? ഞാൻ മിടുക്കനാണെന്ന അമിതമായ ബോധം നശിപ്പിക്കണമെന്ന് പറഞ്ഞു. അത് മാത്രം പോരാ, എന്നോടൊപ്പമുള്ളവരെ എന്നോടൊപ്പം ഓടിക്കാൻ പരിശ്രമിക്കുകയും കൂടെ ചെയ്യണം. ഗാന്ധിജിയോട് ഒരു ചെറുപ്പക്കാരൻ വന്ന് ചോദിച്ചു, എന്താണ് ജനാധിപത്യം? എന്താണ് ജനാധിപത്യം? ഗാന്ധി പറഞ്ഞ മറുപടി ഇതാണ്: ഒരോട്ട മത്സരത്തിൽ നിങ്ങൾ ഓടുന്നു എന്ന് വിചാരിക്കുക. ഒരാൾ മാത്രം ഓടിയാൽ ജയം കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. പരാജയപ്പെടാനും ചിലരുണ്ടെന്നും കൂടെ, നിന്റെ കൂടെ ഓടാൻ പരാജയപ്പെടാനും ചിലരുണ്ടെന്നും കൂടെ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ മൂന്നാമതായിട്ട് സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികത്തേക്ക് നോമ്പിന്റെ അനുഭവത്തിൽ നമ്മളായിരിക്കും. ഞാൻ പറഞ്ഞു, നീ മറക്കണം. എന്തിനെ? പർദീസ വീണ്ടെടുക്കാൻ. നിന്റെ ഒപ്പമുള്ള നിന്റെ സഹോദരന്റെ ജീവിതത്തെ ഏറ്റെടുക്കുകയും മറക്കേണ്ടതിനെ, ചിലതിനെ മറയ്ക്കാൻ തക്കവണ്ണം ഇടയാകണം. പലപ്പോഴും ഞാൻ പറഞ്ഞു, നമ്മുടെ ഇടങ്ങളിലൊന്നും നമുക്കത് സാധ്യമാകുന്നില്ല. അവിടെയാണ് ക്രൈസ്തവർക്ക് അവരുടെ സാക്ഷ്യം നഷ്ടപ്പെട്ടു പോയത്. ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുവാനായിട്ട് പോകുകയാണ്. ഒരു വേള ഒരു വൈദിക സംഗമത്തിൽ പരുമലയിൽ വെച്ച് നടന്ന ഒരു സമ്മേളനത്തിൽ സാഹിത്യകാരനായ ബെന്യാമിൻ 3 ചോദ്യങ്ങളാണ് വൈദികരോട് ചോദിച്ചത്. ഒന്ന്, നിങ്ങൾ പ്രഘോഷിക്കുന്ന ആളിനോട് നിങ്ങൾക്ക് എത്രമാത്രം
വിധേയത്വമുണ്ട്. അത് അച്ഛന്മാരോട് ചോദിക്കുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ കേട്ട വചനങ്ങളിലെ ആ ആളിനോട് നിങ്ങൾക്ക് എത്രമാത്രം വിധേയത്വമുണ്ട്? 2, നിങ്ങൾ പറയുന്ന കാര്യത്തിൽ, നിങ്ങൾ കേൾക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് എത്രമാത്രം ഉറപ്പുണ്ട്? 3, നിങ്ങൾ പ്രഘോഷിക്കുന്ന ആളിനെ, നിങ്ങൾ കേട്ട വചനത്തിലുള്ള ആളിനെ ജീവിതത്തിൽ എന്തുമാത്രം പകർത്താൻ നിങ്ങൾക്ക് സാധ്യമായിട്ടുണ്ട്? ഈ 3 ചോദ്യം ഒരു അൽമായൻ ചോദിച്ചപ്പം അവിടെ ഇരുന്ന വൈദികർക്കൊക്കെയും അസ്വസ്ഥതയുണ്ടായി. കാരണം എന്താ? ഇത് വളരെ ശക്തമായ ചോദ്യമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ പോവുകയാണ്. ദൈവത്തെ കബളിപ്പിക്കരുത്. നമ്മുടെ ആത്മീയ വ്യാപാരങ്ങൾ കൊണ്ട്, ബാഹ്യമായ പ്രകടനങ്ങൾ കൊണ്ട്, അന്ധമായ വിശ്വാസങ്ങൾ കൊണ്ട്, കപട മതജീവിതം കൊണ്ട് ദൈവത്തെ കബളിപ്പിക്കരുത്. ഒരിക്കൽ 4 ചെറുപ്പക്കാര് ഒരു പരീക്ഷ അധ്യാപകൻ പറഞ്ഞെടുത്ത് പരീക്ഷ എഴുതാൻ വന്നില്ല, പഠിച്ചില്ല. പരീക്ഷ എഴുതാഞ്ഞതിന് സാറ് ചോദിച്ചു, എന്നാടാ പരീക്ഷയ്ക്ക് വരാഞ്ഞത്? അവന്മാർ പറഞ്ഞു, സാറേ ഞങ്ങൾ വന്ന വഴിക്ക് കാറിൻ്റെ ടയർ പഞ്ചറായിപ്പോയത്. സാറ് പിന്നൊന്നും ചോദിച്ചില്ല. ശരി, ഞാൻ റീടെസ്റ്റ് ഇടാം, നിങ്ങൾ പഠിച്ചിട്ട് നാളെ വാ. ചെറുപ്പക്കാർക്ക് വലിയ സന്തോഷമായി, സാറിനെ പറ്റിച്ചു, നാളെ നന്നായിട്ട് പഠിച്ചുകൊണ്ട് വരാം. പിറ്റേ ദിവസം ക്ലാസ്സിൽ വന്ന ഇവരോട് സാറ് പറഞ്ഞു, നിങ്ങൾ 4 പേരും 4 മുറി പോയിരിക്കാൻ പറഞ്ഞു. ഒറ്റ ചോദ്യമേ ആ ഗുരു അവരോട് ചോദിച്ചുള്ളൂ, കാറിൻ്റെ ഏത് വീലാണ് പഞ്ചറായത്? നാളെയും ഒരു അൽമായ സ്ത്രീ വന്ന് പ്രസംഗിക്കും. ഇന്നലെ ഒരു മെത്രാച്ചൻ. അതിൻ്റെ പിന്നത്തെ ദിവസം ഉപവാസത്തോടു കൂടിയുള്ള ധ്യാനം. ഇവിടെയൊക്കെ നിങ്ങളായിരിക്കുമ്പം അനുരഞ്ജനം എന്ന വാക്ക്, ചിന്താവിഷയം എങ്ങനെ നിങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ചെയ്യണം. അനുരഞ്ജനം, ഞാൻ പറഞ്ഞു, ജനിച്ച് വീണ മണ്ണിൽ നിന്ന് പരാജിതനായി തിരിച്ചു പോകാതിരിക്കാൻ ക്രിസ്തു കാണിച്ച ഉദാത്തമായ മാതൃകയാണ് അനുരഞ്ജനം. അവനവനോട് തന്നെയുള്ള അനുരഞ്ജനത്തിൻ്റെ ഭാഗങ്ങളാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ എല്ലാ അഹന്തതയെയും അഹംബോധത്തെയും ഇവിടെ ഞാൻ കൊല്ലണം, ഞാൻ മരിക്കണം. 2, ഞാൻ മറക്കണം. എൻ്റെ ജീവിതത്തെ ഭംഗിയാവണ്ണം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കയ്പുള്ള എല്ലാ അനുഭവങ്ങളെയും ഞാൻ മറക്കണം. അതിൽ ജീവിച്ചിട്ട് കാര്യമില്ല, പരാതി പറഞ്ഞിട്ട് കാര്യമില്ല, പരിഭവപ്പെട്ടിട്ട് കാര്യം, ഞാൻ മറക്കണം. 3, ഞാൻ പറഞ്ഞു, ഞാൻ മറയ്ക്കണം. അവരെൻ്റെ കുറ്റങ്ങളെ പറഞ്ഞുകൊണ്ടിരുന്നാലുള്ള അസ്വസ്ഥതകൾ നമ്മുടെ ജീവിതത്തിന് തന്നെയാണ്. അതുകൊണ്ട് പറഞ്ഞു, ഈ നോമ്പിൽ നമ്മുടെ ജീവിത പങ്കാളിയെ, വാർദ്ധക്യത്തിലായിരിക്കും നമ്മുടെ മാതാപിതാക്കന്മാരെ, എവിടെയെങ്കിലും വഴിതെറ്റിപ്പോയിട്ടുള്ള ഒരു പൈതൽ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ പൈതലിനെ ചേർത്ത് പിടിച്ചിട്ട് പറയണം, ഞാൻ മറയ്ക്കും. നിങ്ങളെല്ലാവരും വെള്ളം സിനിമ കണ്ടോ? തിരുമേനി ഇരിക്കുന്നതുകൊണ്ട് അയ്യോ ഞങ്ങളൊക്കെ സിനിമ കാണാത്ത, ഞാനും കണ്ടില്ല. പക്ഷെ അതൊരു നടന്ന സംഭവമാണ് അല്ലേ? വെള്ളം മുരളി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, മദ്യപാനി. അദ്ദേഹം പറയുന്നുണ്ട്, നാശത്തിൻ്റെ അങ്ങേയറ്റം അഗാധ ഗർത്തം ഞാൻ കണ്ടു. പക്ഷെ ആ അഗാധ ഗർത്തത്തിൽ കിടന്ന് ഞാൻ മുകളിലേക്ക് നോക്കിയപ്പോഴും എൻ്റെ അമ്മ അവസാനമായിട്ടും കൂടി എന്നോടൊരു വാക്ക് പറഞ്ഞു, മോനെ നീ ഒന്ന് പോയി നോക്ക്. അവസാനം വരെ കൈവിടാതെ ഒരാളെ ചേർത്ത് നിർത്തിയെടുത്തു നിന്ന് അയാൾ കോടീശ്വരനായതുകൊണ്ടല്ല ആ ജീവിതത്തെ എടുത്തു പറഞ്ഞത്. അഗാധഗർത്തത്തിൽ നിന്ന് ഉയർന്നു വരാൻ അവൻ്റെ അമ്മ അവനെ സഹായിച്ചു ഒരു വാചകം കൊണ്ട്. നമുക്കും ഇത് സാധ്യമാകും. എന്താണ് സുവിശേഷം? എനിക്ക് അപ്പം കിട്ടിയത് എവിടെയാണെന്ന് എൻ്റെ സഹോദരന് ഞാൻ കാണിച്ചു കൊടുക്കുന്നതിൻ്റെ പേരാണ് സുവിശേഷം. അതിനപ്പുറത്തോട്ടൊന്നുമില്ല ധ്യാനം എന്ന് പറഞ്ഞു. എനിക്കപ്പം കിട്ടിയത് എവിടെ നിന്നാന്ന് എൻ്റെ സഹോദരനെ ഞാൻ കൊണ്ട് കാണിച്ചു കൊടുക്കുന്നതിൻ്റെ പേരാണ് സുവിശേഷം. ഞാൻ അത് മാത്രമേ ശ്രമിച്ചുള്ളൂ. അതുകൊണ്ട് 3ാമത് പറഞ്ഞു, നീ മറക്കണം. നിന്റെ സഹോദരങ്ങളെ ചേർത്ത് ഈ നോമ്പിൽ വളരെ ഭംഗിയായി ആത്മനിറവോടുകൂടി ഉയർപ്പിലേക്ക് എത്തുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ സംഗതിയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.